90 വയസ്സായിട്ടും 100 വയസ്സായിട്ടും പലർക്കും ഇവിടുന്ന് പോകാൻ മനസ്സില്ലായിരുന്നു. കാരണം അവരെല്ലാം ഇവിടെ ജീവിക്കാൻ വന്നതാ. നിവൃത്തിയില്ലാത്തതുകൊണ്ട് മരിച്ചു. മലി കൺവെൻഷൻ്റെ രാത്രി ഞങ്ങളൊരു കാര്യം പറയാം. മരിക്കാനായി ഇവിടെ ജനിച്ച ഒരുവനുണ്ട്, ഒരുവനേ ഉള്ളൂ, അവൻ നസ്രയനായ യേശുവാ. യേശു ജീവിക്കാൻ വന്നവനല്ല, അവൻ മാനകുലത്തിനു വേണ്ടി മരിക്കാൻ വന്നവനാണ്. 33 തിരുവയസ്സിൽ അവൻ മരിക്കുമ്പോൾ പേടിച്ചു വിറച്ചല്ല, സകലവും നിവർത്തിയ എന്ന് പറഞ്ഞാണ് അവൻ മരിക്കുന്നത്. 4.5 മണിക്കൂറിലധികം യാത്ര ചെയ്താണ് ഞാനിവിടെ എത്തിയത്. കാരണം ഈ റോഡ് മുഴുവൻ പ്രശ്നമാണ്, ഹൈവേ പണിയാണ്. ഇത്രയും ദൂരം യാത്ര ചെയ്തിട്ട് വന്നിട്ട് 1.5 മണിക്കൂർ പ്രസംഗിക്കുക, വീണ്ടും തിരിച്ച് അത്രയും യാത്ര ചെയ്യുക, അടുത്ത ദിവസം മറ്റൊരിടത്ത് പോവുക. ഇത് തുടങ്ങിയിട്ട് 4 പതിറ്റാണ്ടാകുകയാണ്. 40 വർഷം കൊണ്ട് ഞാൻ സുവിശേഷം പ്രസംഗിക്കുകയാണ്. ഞാൻ ഇവിടെ ഒന്നും വരാത്ത സ്ഥലമില്ല. ഇപ്പോൾ ഒരു പ്രത്യേകതയുള്ളത്, ഇവിടെ ഒത്തിരി വിവാഹ ശുശ്രൂഷ നടത്താൻ ഞാൻ വരുന്നുണ്ട്. തൊട്ടടുത്ത് നെയ്യാറ്റിൻകരയ്ക്കപ്പുറത്ത് നടത്തിയ ഒരു വിവാഹ ശുശ്രൂഷ 30 ലക്ഷം ആളുകളാണ് കണ്ടത്. 2 ദൈവദാസന്മാരുടെ കുഞ്ഞുങ്ങളുടെ ആയിരുന്നു. അങ്ങനെ ഇപ്പം മിക്കവാറും ഇവിടെ ഏരിയ എല്ലാം ഞാൻ വരാറുണ്ട്. ഇവിടുത്തെ ഓഡിറ്റോറിയങ്ങളെല്ലാം നെയ്യാറ്റിൻകരയൊക്കെ ഒത്തിരി വന്നിട്ടുണ്ട്. ഇവിടെ ഈ സുവിശേഷ യോഗത്തിന് വരാൻ കഴിയും, സന്തോഷമുണ്ട്. കർത്താവ് നമ്മോട് സംസാരിക്കാൻ വളരെ പ്രാർത്ഥനയോടായിരിക്കാം. ഇത് രാത്രി പരിശുദ്ധാത്മാവ് നിങ്ങളെ അറിയിച്ച ദൂതിലേക്ക് പ്രവേശിക്കുകയാണ്. മത്തായി സുവിശേഷം 24-ാം അധ്യായം 33-ാമത് വാക്യം ഇപ്പോൾ വായിക്കുന്നതാണ്. അങ്ങനെ നിങ്ങൾ ഇതൊക്കെയും കാണുമ്പോൾ അവൻ അടുക്കൽ വാതിൽക്കൽ തന്നെ ആയിരിക്കുന്നു എന്ന് അറിഞ്ഞുകൊള്ളി. അങ്ങനെ നിങ്ങൾ ഇതൊക്കെയും കാണുമ്പോൾ അവൻ അടുക്കൽ വാതിൽക്കൽ തന്നെ ആയിരിക്കും എന്ന് അറിഞ്ഞുകൊള്ളി. ഒരു നിമിഷം കണ്ണടയ്ക്കാൻ പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ദൈവമേ, സ്വർഗ്ഗീയ പിതാവേ, രാത്രിയുടെ നിശബ്ദതയ്ക്കായി സ്തോത്രം. അവിടുത്തെ അദൃശ്യ സാന്നിധ്യത്താൽ അവിടെ നിങ്ങളെ അനുഗ്രഹിച്ചിരിക്കാൻ വാഴ്ത്തുന്നു. ഈ വായിച്ച വേദഭാഗത്തോട് ഇന്ന് രാത്രി അവിടുത്തെ ആത്മാവ് ഞങ്ങളോട് സംസാരിക്കാൻ പോകയാൽ സ്തോത്രം. ഈ ഗ്രൗണ്ടിൽ വന്ന ദൈവമക്കളോട് മാത്രമല്ല, ഭവനാന്തർ ഭാഗത്തിരുന്ന്, വഴിവക്കിൽ നിന്ന്, വിടുമിറ്റത്തിരുന്ന് ആരെങ്കിലും ഈ ദൂത് ശ്രദ്ധിക്കുന്നെങ്കിൽ അവരോടൊക്കെ പരിശുദ്ധാത്മാവ് സംസാരിക്കണം. ജനം വിടുവിക്കപ്പെടുവാൻ തടസ്സം നിൽക്കുന്ന അന്ധകാര ശക്തികളെയും നസ്രയനായ യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ രാത്രി ശാസിക്കുന്നു. വലിയ ദൈവശക്തിയുടെ വെളിപ്പെടണം. അവിടുത്തെ കരഞ്ഞങ്ങളെ തൊടണം. കർത്താവേ, ദേശത്തോട് സംസാരിക്കണം. പ്രാർത്ഥന കണ്ടാൽ നന്ദി, യേശുവിൻ നാമത്തിൽ തന്നെ. ഒരിക്കൽ കൂടെ കൈ ഉയർത്തിയ ശക്തിയോടെ സ്തോത്രം ചെയ്യാം. ഞാനിങ്ങോട്ട് വന്നപ്പോൾ ശ്രദ്ധിച്ച ഏതാണ്ടൊരു 1.5 കിലോമീറ്റർ ചുറ്റളവിൽ ഉച്ചഭാഷണി വെച്ചിട്ടുണ്ട്. ഒത്തിരി ദൂരെയൊക്കെ ഈ ശബ്ദം പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങളുടെ നാട്ടിനെ സംബന്ധിച്ച് ഗ്രൗണ്ടിൽ പോലും ശരിക്കും മൈക്ക് വെക്കാൻ സമ്മതിക്കത്തില്ല. ഇവിടെ ഇങ്ങനൊരു അനുഗ്രഹം നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് ഈ രാത്രിയിലത്തെ എൻ്റെ പ്രഭാഷണം ഈ ഗ്രൗണ്ടിൽ വന്നിരിക്കുന്നവരെ മാത്രം ഉദ്ദേശിച്ചല്ല, പുറത്തൂടെ നമ്മളെ കേൾക്കുന്നവരെ കൂടെ ഉദ്ദേശിച്ചാണ്. അവരെ കൂടെ എന്നല്ല, അവർക്ക് വേണ്ടിയാണ്. ഞാൻ സാധാരണ പറയും, വീട്ടുകാരോടൊരു കാര്യം പറയാൻ വീടിൻ്റെ മുറ്റത്തിറങ്ങി നിൽക്കേണ്ട ആവശ്യമില്ല, മൈക്ക് വെച്ച് കെട്ടേണ്ട കാര്യമില്ല. വീടിൻ്റെ മുറ്റത്തിറങ്ങി നിൽക്കുന്നെങ്കിൽ, മൈക്ക് വെച്ച് കെട്ടുന്നെങ്കിൽ അത് നാട്ടുകാരോട് പറയാനാണ്. അതുകൊണ്ട് നമ്മൾ ഒന്നിച്ചിന്ന് കർത്താവിൻ്റെ നാമത്തെ ഇവിടെ ഉയർത്താൻ പോകുകയാണ്. ഒന്നുകൂടെ ശക്തിയോടെ ദൈവത്തെ സ്തുതിച്ചേ, സന്തോഷത്തോടെ. ഈ ഉച്ചഭാഷയുടെ ശബ്ദം പോലും ഞങ്ങൾ കേൾക്കുന്ന പ്രിയ സുഹൃത്തുക്കളെ, അനവധി മഹാരഥന്മാർ ഭൂമിയിൽ ജനിച്ചു മരിച്ചു മൺമറഞ്ഞു പോയിട്ടുണ്ട്. ചരിത്രം സൃഷ്ടിച്ചവർ, ലോകഗതിയെ മാറ്റി എഴുതിയവർ, വലിയ കണ്ടുപിടുത്തങ്ങൾ നടത്തിയവർ, വിപ്ലവ ആശയങ്ങൾ പ്രചരിപ്പിച്ചവർ, ഭൂലോകത്തെ കീഴടക്കിയവരൊക്കെയുണ്ട്. എന്നാൽ ഞങ്ങൾ പ്രസംഗിക്കുന്ന, ഞങ്ങൾ ആരാധിക്കുന്ന, ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ടവനായ നസ്രയനായ യേശു അവരിൽ നിന്നെല്ലാം വ്യത്യസ്തനാണ്. കർത്താവായ യേശുവിനെ വ്യത്യസ്തനാക്കുന്ന അനവധി കാര്യങ്ങളുണ്ട്. ഒരു പുസ്തകം ഇവിടെ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്, 30ഓളം കാര്യങ്ങൾ. മറ്റു ലോക നേതാക്കന്മാരിൽ നിന്ന് യേശു കർത്താവിനെ വ്യത്യസ്തനാക്കുന്ന 30ഓളം കാര്യമുണ്ട്. അതിൽ 3 കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് എൻ്റെ പ്രഭാഷണം ആരംഭിക്കാം. 1, ഈ ലോകം കണ്ട മഹാരഥന്മാർ, വിപ്ലവാശയങ്ങൾ പ്രചരിപ്പിച്ചവരും, ഭൂലോകത്തെ കീഴ്മേൽ മറിച്ചവരും, വലിയ വലിയ കാര്യങ്ങൾ ചെയ്തവരും, ഇൻവെൻറ്റേഷൻ കണ്ടുപിടുത്തം നടത്തിയവരും ഒക്കെ ഈ ഭൂമിയിൽ ജീവിക്കാൻ വേണ്ടി വന്നവരാണ്. നിവൃത്തിയില്ലാത്തത് കൊണ്ട് അവർ മരിച്ചു. അവർ പലരും മരിക്കാൻ തുടങ്ങിയപ്പോൾ ഡോക്ടർമാരുടെ കാലിൽ വീണു, എനിക്ക് ജീവിക്കാൻ അവസരം തരണമെന്ന് പറഞ്ഞു. ചിലരൊക്കെ കട്ടിൻകീഴി കയറി ഒളിച്ചു. 90 വയസ്സായിട്ടും 100 വയസ്സായിട്ടും പലർക്കും ഇവിടുന്ന് പോകാൻ മനസ്സില്ലായിരുന്നു. കാരണം അവരെല്ലാം ഇവിടെ ജീവിക്കാൻ വന്നതാ. നിവൃത്തിയില്ലാത്തതുകൊണ്ട് മരിച്ചു. മലി കൺവെൻഷൻ്റെ രാത്രി ഞങ്ങളൊരു കാര്യം പറയാം. മരിക്കാനായി ഇവിടെ ജനിച്ച ഒരുവനുണ്ട്, ഒരുവനേ ഉള്ളൂ, അവൻ നസ്രയനായ യേശുവാ. യേശു ജീവിക്കാൻ വന്നവനല്ല,
അവൻ മാനകുലത്തിനു വേണ്ടി മരിക്കാൻ വന്നവനാണ്. 33 തിരുവയസ്സിൽ അവൻ മരിക്കുമ്പോൾ പേടിച്ചു വിറച്ചല്ല, സകലവും നിവർത്തിയ എന്ന് പറഞ്ഞാണ് അവൻ മരിക്കുന്നത്. 2, ഈ ലോകം കണ്ട മഹാരഥന്മാരിൽ ആരും തന്നെ മരിച്ചു എങ്കിലും മരണത്തെ തകർത്ത് ഉയർത്ത് ജീവിക്കുന്നു എന്ന് ഒരു മതവും പഠിപ്പിക്കുന്നില്ല. പക്ഷേ ഞങ്ങൾ പ്രസംഗിക്കുന്ന നസ്രയനായ യേശു മരണം കൊണ്ട് അവസാനിച്ചവനല്ല, മരണത്തെ തകർത്തുയർത്ത് ജീവിക്കുന്നവനത്രേ. നിങ്ങൾക്ക് ഇത്രേ ശക്തിയുള്ളോ? കയ്യൊന്നടിച്ചേ വായം തുറന്ന് യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ നാട്ടുകാർക്കാർക്ക് വിളിച്ചു പറ, ഞങ്ങൾ പ്രസംഗിക്കുന്ന കർത്താവ് മരിച്ച കർത്താവല്ല, മരണത്തെ തകർത്തുയർത്തെഴുന്നേറ്റ കർത്താവത്രേ. ശക്തിയോടെ ദൈവത്തിന് സ്തോത്രം പറയാം. പ്രിയ സുഹൃത്തുക്കളെ, ലോകത്തിൽ അനേക മഹാരഥന്മാരുടെ ശവക്കല്ലറകൾ കാണുവാൻ ദൈവം എനിക്ക് അവസരം നൽകിയിട്ടുണ്ട്. നിങ്ങൾക്കും അവസരം ലഭിച്ചിട്ടുണ്ടായിരിക്കാം. 2 ലോക മഹായുദ്ധങ്ങളെ അതിജീവിച്ച ജർമ്മനിയിലെ കൊളോൺ എന്ന പട്ടണത്തിൽ ഞാൻ പ്രസംഗിച്ചിട്ടുണ്ട്. അവിടെ പ്രശസ്തമായൊരു പള്ളിയുണ്ട്. ആ പള്ളിയുടെ അടിഭാഗം മുഴുവൻ കല്ലറകളാണ്. ജർമ്മൻ ചാൻസലർമാരുടെ, കോടീശ്വരന്മാരുടെ കല്ലറകൾ ഇരുത്തിയും നിർത്തിയും കിടത്തിയും ഒക്കെ അടക്കിയിരിക്കുന്നു. സ്വർണ്ണ പേടകത്തിൽ, വെള്ളിപ്പേടകത്തിൽ, ആനക്കൊമ്പ് കൊണ്ട് തീർത്ത പേടകത്തിലൊക്കെ അവരെ അടക്കിയിരിക്കുന്നു. ഫ്രാൻസിൻ്റെ തലസ്ഥാനമായി പാരീസിലൂടെ ഞാൻ യാത്ര ചെയ്തിട്ടുണ്ട്. വളരെ പ്രസിദ്ധമായ ഒരു സെമിത്തേരി അവിടെയുണ്ട്. ഫ്രാൻസിലെ യുദ്ധവീരന്മാരുടെ കല്ലറകൾ അവിടെ കാണാം. വെസ്റ്റ്മിനിസ്റ്റർ അബി ലോകപ്രസിദ്ധമാണ്. ഇംഗ്ലണ്ടിലെ വെസ്റ്റ്മിനിസ്റ്റർ അബിയിൽ സൂര്യനസ്തമിക്കാത്ത സാമ്രാജ്യത്തിലെ ഭരണാധിപന്മാരുടെ കല്ലറകൾ അവിടെയുണ്ട്. ഏതാനും ആഴ്ചകൾക്ക് മുമ്പ്, 2 ആഴ്ച മുമ്പ് ഞാൻ UK ഉണ്ടായിരുന്നു. നിങ്ങളിൽ പലരും പോയിട്ടുണ്ടായിരിക്കാം. വെസ്റ്റ്മിനിസ്റ്റർ അബി അവിടെ പ്രസിദ്ധമാണ്. വലിയ വലിയ കണ്ടുപിടുത്തം നടത്തിയവർ, സാർ ചക്രവർത്തിമാർ, അവിടുത്തെ അമേരിക്കയുടെ രാജാക്കന്മാർ, ഈ അടുത്ത സമയത്ത് എലിസബത്ത് രാജ്ഞി ഉൾപ്പെടെയുള്ളവരുടെ കല്ലറകൾ അവിടെ കാണാം. അമേരിക്കയുടെ തലസ്ഥാന നഗരിയായ വാഷിങ്ടണിൽ അവരുടെ സെനറ്റ് ഹാളിന് തൊട്ടു മുമ്പിൽ 300ഓളം ഏക്കർ വിസ്തൃതിയുള്ള വലിയൊരു സെമിത്തേരിയുണ്ട്. ആ സെമിത്തേരിയിൽ അമേരിക്കൻ പ്രസിഡന്റുമാരുടെയും യുദ്ധവീരന്മാരുടെയൊക്കെ കല്ലറ കാണാം. ഡൽഹിയിൽ ശക്തിസ്ഥലിൽ ചെന്നാൽ ഇന്ത്യൻ പ്രധാനമന്ത്രിമാരുടെ കല്ലറ കാണാം. ഇന്ത്യയുടെ രാഷ്ട്രപിതാവായ മഹാത്മാ ഗാന്ധിയുടെ കല്ലറ എവിടെ കാണാം. മക്കയിൽ ചെന്നാൽ ശ്രീ മുഹമ്മദ് നബിയുടെ കല്ലറ എവിടെ കാണാം. വർക്കലയിൽ ചെന്നാൽ ശ്രീ നാരായണ ഗുരുസ്വാമിയുടെ കല്ലറ എവിടെ കാണാം. ലോകത്തിൽ എവിടെ പോയാലും മഹാരഥന്മാരുടെ എല്ലാം കല്ലറ കാണാം. പക്ഷേ ഈ കല്ലറയെല്ലാം പ്രത്യേകത, ഈ കല്ലറയെല്ലാം അടയപ്പെട്ട് കിടക്കുകയാണ്. എന്നാൽ ചില വർഷങ്ങൾക്ക് മുമ്പ് ഭൂലോകത്തിൻ്റെ മധ്യഭാഗമായ പലസ്തീനിൽ, ഇസ്രായേലിൽ ഒരു കല്ലറയുടെ മുമ്പിൽ ഞാൻ പോയി നിന്നു. ആ ദിവസം ഞാൻ മറക്കില്ല. അന്ന് എനിക്ക് 50 വയസ്സ് പൂർത്തീകരിക്കുകയായിരുന്നു. പ്രിയപ്പെട്ട ദൈവദാസന്മാരെ, സഹോദരന്മാരെ, ഭൂലോകത്തിൽ ഞാൻ കണ്ട സകല കല്ലറയുടെയും പുറത്ത് അവരുടെ ജനനം, അവരുടെ മരണം, അവരുടെ അടക്കം എഴുതിയിരിക്കുമ്പോൾ ഞാൻ കണ്ട നസ്രയനായ യേശുവിൻ്റെ കല്ലറയുടെ പുറത്തല്ല, നസ്രയനായ യേശു കർത്താവിൻ്റെ കല്ലറയുടെ അകത്തെഴുതി വച്ചിരിക്കുന്നു, അവൻ ഇവിടെയില്ല, അവൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. വാ തുറന്ന് കരമടിച്ച് ശക്തിയോടെ അന്യഭാഷ ഉടമറക്കുനിയ ശക്തിയോടെ സ്തോത്രം പറഞ്ഞുകൊണ്ട് പറ, ഞങ്ങൾ പ്രസംഗിക്കുന്നത് മരിച്ച കർത്താവിനെയല്ല, ജീവിക്കുന്ന കർത്താവിനെ അത്രേ. ഒന്നുകൂടെ കരമടിച്ചോ, ശക്തിയോടെ സ്തോത്രം പറഞ്ഞോ. ഉലക മഹാന്മാർ അഖിലരും ഒരുപോലെ ഉറങ്ങുന്ന കല്ലറയിൽ ഞങ്ങൾ ഉന്നതൻ യേശു മഹേശ്വരൻ മാത്രം ഉയരത്തിൽ വാഴുന്നു. പ്രിയ സുഹൃത്തുക്കളെ, ലോകത്തിൽ ഒരു മഹാരഥനും മരിച്ചുയർത്ത് ജീവിക്കുന്നു എന്ന് ഒരു മതവും പഠിപ്പിക്കുന്നില്ല, ഒരു മതവും വിശ്വസിക്കുന്നില്ല. പക്ഷെ ഞങ്ങളുടെ കർത്താവ് മരണത്തെ തകർത്ത് ഉയർത്ത് ജീവിക്കുന്നു. 3-ാമത്തെ കാര്യം ഇവിടെ പറയാം. ലോകത്തിൽ അനേക മഹാരഥന്മാർ ജനിച്ചു മരിച്ചു മൺമറഞ്ഞു പോയിട്ടുണ്ടെങ്കിലും അവരാരും മടങ്ങി വരാമെന്ന് പറഞ്ഞു പോയിട്ടില്ല. അവരെ ആരെയും ജനം വീണ്ടും പ്രതീക്ഷിക്കുന്നില്ല. പ്രൈസ് ലോർഡ്. പക്ഷെ ഞങ്ങൾ പ്രസംഗിക്കുന്ന കർത്താവായ യേശു പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കുവാൻ പോകുന്നു. സ്ഥലം ഒരുക്കി കഴിഞ്ഞാൽ പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളും. ഈ രാത്രി ഞാൻ വിളിച്ചു പറയാം, ഹിറ്റ്ലർ പറഞ്ഞില്ല ഞാൻ മടങ്ങി വരാമെന്ന്, മുസോളിനി പറഞ്ഞില്ല, കാർൽ മാർക്സ് പറഞ്ഞില്ല, ലെനിൻ പറഞ്ഞില്ല, എംഗൽസ് പറഞ്ഞില്ല, സജയ്ജി പറഞ്ഞില്ല, നെഹ്റുജി പറഞ്ഞില്ല, ഇന്ദിരാജി പറഞ്ഞില്ല, മഹാത്മാ ഗാന്ധി പറഞ്ഞില്ല, ശ്രീ മുഹമ്മദ് നബി പറഞ്ഞില്ല ഞാൻ മടങ്ങി വരാമെന്ന് പറഞ്ഞു പോയ ഒറ്റ നേതാവുണ്ടെങ്കിൽ
യേശു കർത്താവ് ഒന്ന് മാത്രമെന്ന് പറയാൻ തന്റെ ഇടമുള്ള ദൈവമക്കൾ കരം ഉയർത്തി സ്തോത്രം പറയാം. ശക്തിയോടെ കൈയടിച്ച് ദൈവത്തെ സ്തുതിച്ചാട്ട്. അതാണ് യേശുവിൻ്റെ പ്രത്യേകത. യേശു മാത്രമേ മടങ്ങി വരാമെന്ന് പറഞ്ഞു പോയിട്ടുള്ളൂ. യേശു മാത്രം ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്നുള്ളൂ. യേശുവിൻ്റെ മടങ്ങി വരവ് ഞങ്ങൾ കാത്തിരിക്കുകയാണ്. ഇവ സംഭവിച്ചു തുടങ്ങുമ്പോൾ അവൻ അടുക്കൽ വാതിക്കലായിരിക്കുന്നു എന്നേ അറിഞ്ഞുകൊള്ളുവീൻ. വിശുദ്ധ വേദപുസ്തകത്തിൽ പുതിയ നിയമത്തിൽ 25 ഒരു വാക്യം പ്രത്യക്ഷമായോ പരോക്ഷമായോ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മടങ്ങിവരനെ കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്നു. പുതിയ നിയമത്തിൽ 260 അധ്യായമുണ്ട്. 318 പ്രാവശ്യം യേശു കർത്താവിൻ്റെ മടങ്ങിവരവിനെ കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്നു. പഴയ നിയമത്തിൽ 1845 പ്രാവശ്യം പ്രത്യക്ഷമായോ പരോക്ഷമായോ യേശു കർത്താവിൻ്റെ മടങ്ങിവരവിനെ കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്നു. 50-ലധികം പ്രാവശ്യം വിശുദ്ധ ബൈബിൾ യേശു കർത്താവിൻ്റെ മടങ്ങിവരവിനായി ഒരുങ്ങിയിരിക്കുവാൻ നമ്മെ ആഹ്വാനം ചെയ്യുന്നു. എന്തിനാ ഇത് പറഞ്ഞെന്നറിയാമോ? യേശു കർത്താവിൻ്റെ മടങ്ങിവരവ് കെട്ടുകഥയല്ല, ഒരിക്കലും സംഭവിക്കാൻ പോകാത്ത കാര്യമല്ല. അത് ഞങ്ങളുടെ പ്രതീക്ഷയാണ്. അതിനിടയ്ക്ക് ഈ സ്ഥലത്തിന് തന്നെ ഈ ദൈവദാസന്മാരെല്ലാം സ്തോത്രം പറഞ്ഞുകൊണ്ടിരുന്നോളാം. ഞാൻ നോക്കുക, കയ്യും കെട്ടി ഒരെണ്ണം ഞാൻ പിടിക്കുന്നേക്കല്ലേ. ഞാൻ നോക്കിയാൽ പ്രസംഗിക്കുന്നില്ല. സ്തോത്രം. കൈ കെട്ടിയിരിക്കുന്നവരെല്ലാം അവിടെ പോയിരുന്നോണം. ഇവിടെ ഇരിക്കുന്നെങ്കിൽ സ്തോത്രം പറഞ്ഞുകൊണ്ടിരിക്കണം, ഹല്ലേലൂയ പറഞ്ഞുകൊണ്ടിരിക്കണം. മാർഗിടാനൊന്നും അല്ല നിങ്ങളിവിടെ വിളിച്ചിരുത്തിയായിരുന്നു. നിങ്ങളിവിടെ ഇരുത്തിയ സ്തോത്രം പറയാനാ. നന്നായി ഒന്ന് കൈയടിച്ചേ ശക്തിയോടെ ദൈവത്തിന് സ്തോത്രം പറഞ്ഞു. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മടങ്ങി വരവ് ഒരിക്കലും സംഭവിക്കത്തില്ലെന്ന് വരുത്തി തീർക്കാൻ ദുഷ്ടപിശാച് പലതും ചെയ്യുന്നുണ്ട്. 1976 കർത്താവ് വന്നേച്ചു പോയെന്ന് പറഞ്ഞവരുണ്ട്. 62 വന്നുണ്ട്. 2000 വരുമെന്ന് പറഞ്ഞവരുണ്ട്. 2013 ഏപ്രിൽ 13 വരുമെന്ന് പറഞ്ഞവരുണ്ട്. ഇതൊന്നും വേദപുസ്തക പ്രവചനമല്ലാത്തതുകൊണ്ട് നടന്നില്ല. ഇതൊക്കെ എന്തിനാ പറഞ്ഞെന്നറിയാമോ? കർത്താവ് അവിടെ വന്നു, ഇവിടെ വന്നു, വന്നേച്ചു പോയെന്നൊക്കെ പറയുന്നത് യേശു കർത്താവിൻ്റെ മടങ്ങി വരവ് ഒരിക്കലും സംഭവിക്കില്ല എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയാണ് ദുഷ്ടപിശാച് ഇത് ചെയ്യുന്നത്. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി ഞങ്ങൾ ഈ നാട്ടുകാരോട് പറയാം, പിശാച് എന്തെല്ലാം പദ്ധതി ഇറക്കിയിട്ടും കർത്താവായ യേശു ക്രിസ്തുവിന്റെ മടങ്ങിവരവ് കാത്തിരിക്കുന്നവരുടെ എണ്ണം കുറഞ്ഞുകൊണ്ടിരിക്കുകയല്ല, അവരുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഓ ആയിരക്കണക്കിന് വേദിയിൽ പ്രസംഗിക്കുന്നത് ഈ രാത്രി ദൈവാത്മാവിൽ ഞാൻ നിന്നോട് പറയാം, പിശാചിന്റെ പദ്ധതികൾ പരാജയപ്പെടും, ദൈവത്തിന്റെ പദ്ധതി വിജയിക്കും. കൈകളടിച്ച് വാതുറന്ന് അന്യഭാഷ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് വാതുറന്ന് പറ, ദുഷ്ട പിശാചേ, എന്നെ കുറിച്ചുള്ള, എൻ്റെ കുടുംബത്തെ കുറിച്ചുള്ള, എൻ്റെ കുഞ്ഞുങ്ങളെ കുറിച്ചുള്ള നിന്റെ പദ്ധതികൾ പരാജയപ്പെടും, ദൈവത്തിന്റെ പദ്ധതി വിജയിക്കും. മോനെ, നിന്നെ കുറിച്ചുള്ള പിശാചിന്റെ പദ്ധതികൾ പരാജയപ്പെടും, ദൈവത്തിന്റെ പദ്ധതി വിജയിക്കും. അതുകൊണ്ടാണ് ഇന്ന് രാത്രി ഇവിടുന്ന് സ്തോത്രം പറയുന്നത്. ശക്തിയോടെ ദൈവത്തിന് സ്തോത്രം പറയാം. യേശു ക്രിസ്തു മടങ്ങി വരും. എത്ര പേർക്ക് വിശ്വാസമുണ്ട് യേശു മടങ്ങി വരും? കർത്താവായ യേശു ക്രിസ്തുവിന്റെ മടങ്ങിന് മുമ്പ് ഭൂമിയിൽ നടക്കേണ്ട 96 അടയാളങ്ങൾ, ഇൻസിഡൻസ് വിശുദ്ധ ബൈബിളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിനെക്കുറിച്ച് ഞാൻ പിന്നീട് പറയാം. യേശുക്രിസ്തു മടങ്ങി, ഇത് ഞാൻ പറഞ്ഞല്ലോ, ശാന്തമായും ശക്തമായും ദേശവും കേൾക്കണം. യേശുക്രിസ്തു മടങ്ങി വരുമെന്നതിന് 7 സാക്ഷി തെളിവുകൾ വിശുദ്ധ ബൈബിളിലുണ്ട്. ഒന്ന്, പഴയ നിയമ ഭക്തന്മാരുടെ സാക്ഷ്യം. അതായത് പഴയ നിയമ ഭക്തന്മാരായ ഹനോക്ക്, ബിലയാം, ഇയോബ്, മോശ, യെശയ്യാവ്, ഇരമ്യാവ്, യെഹെസ്കേൽ, ദാനിയേൽ, ഹഗായി, മലാഖി തുടങ്ങിയ പ്രവാചകന്മാർ യേശു ക്രിസ്തുവിൻ്റെ സെക്കൻഡ് കമ്മിങ്, രണ്ടാമത്തെ വരവിനെ കുറിച്ച് പ്രവചിച്ചവരാണ്. ഒന്നുകൂടെ വ്യക്തമായി പറഞ്ഞാൽ കേൾക്കൂ, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ഒന്നാമത്തെ വരവിനെ കുറിച്ച് എന്തുമാത്രം പ്രവചനമുണ്ടോ അതിൻ്റെ ഇരട്ടിയിലധികം പ്രവചനങ്ങൾ അവൻ്റെ രണ്ടാമത്തെ വരവിനെ കുറിച്ചുണ്ട്. കർത്താവായ യേശു ക്രിസ്തു ജനിക്കുന്നതിന് വർഷങ്ങൾക്ക് മുമ്പ് അവൻ എവിടെ ജനിക്കുമെന്ന് പ്രവചനമുണ്ടായിരുന്നു, അവൻ എവിടെ വളരുമെന്ന് പ്രവചനമുണ്ടായിരുന്നു, അവൻ എവിടെ മരിക്കുമെന്ന് പ്രവചനമുണ്ടായിരുന്നു, മരിച്ച ശേഷം അവൻ്റെ അവസ്ഥ എന്താകുമെന്ന് പ്രവചനമുണ്ടായിരുന്നു. യേശു കർത്താവിൻ്റെ ജീവിതത്തിൽ ഓരോന്ന് സംഭവിക്കുമ്പോഴും നമ്മുടെ കർത്താവ് പറഞ്ഞു, തിരുവെഴുത്ത് നിവർത്തിയാകുവാൻ ഇങ്ങനെ സംഭവിച്ചു, തിരുവെഴുത്ത് നിവർത്തിയാകുവാൻ ഇങ്ങനെ സംഭവിച്ചു, തിരുവെഴുത്ത് നിവർത്തിയാകുവാൻ ഇങ്ങനെ സംഭവിച്ചു. യേശു കർത്താവിൻ്റെ ജീവിതത്തിൽ സംഭവിച്ചതെല്ലാം തിരുവെഴുത്തിൻ്റെ നിവർത്തിയായിരുന്നെങ്കിൽ അവൻ അറിയാതെ, അവൻ അനുവദിക്കാതെ നിനക്കൊന്നും സംഭവിക്കില്ല, സംഭവിച്ചിട്ടില്ല.
കർത്താവിൻ്റെ ദാസ, എൻ്റെ ദൈവം അറിയാൻ നിനക്കൊന്നും സംഭവിച്ചിട്ടില്ല. എൻ്റെ ദൈവം അനുവദിക്കാൻ നിനക്കൊന്നും സംഭവിച്ചിട്ടില്ല. എൻ്റെ ദൈവം അനുവദിക്കാതെ ഒരുവൻ നിൻ്റെ നേരെ നിൽക്കുകയില്ല. എൻ്റെ ദൈവം അനുവദിക്കാതെ ഒരുവൻ നിൻ്റെ നേരെ വിരൽ ചൂണ്ടുകയില്ല. നിൻ്റെ തലയിലെ മുടികളെല്ലാം എണ്ണപ്പെട്ടിരിക്കുന്നു. അതിലൊന്നും നിലത്ത് വീഴണമെങ്കിൽ ദൈവം അറിയണം. കൈയടിച്ച് ശക്തിയോടെ യേശുവിൻ്റെ നാമത്തിൽ പറ, എൻ്റെ ദൈവം അറിയാതെ, എൻ്റെ ദൈവം അനുവദിക്കാതെ എനിക്കൊന്നും സംഭവിക്കില്ല. എല്ലാവരും കരമടിച്ച് ശക്തിയോടെ ദൈവത്തെ സ്തുതിച്ച. ഞാനൊന്നുകൂടെ പറയാം. കർത്താവായ യേശുവിൻ്റെ ജനനത്തിന് വർഷങ്ങൾക്ക് മുമ്പ് അവൻ ഇവിടെ ജനിക്കുമെന്ന് പ്രവചനമുണ്ട്, ഇവിടെ വളരുമെന്ന് പ്രവചനമുണ്ട്, ഇവിടെ മരിക്കുമെന്നുണ്ട്, മരണശേഷം ഉയർക്കുമെന്ന് പ്രവചനമുണ്ട്. അർത്ഥാൽ ഞങ്ങൾ പ്രസംഗിക്കുന്ന നാസറേയനായ യേശു ക്രിസ്തു ജനിച്ചതുപോലെ ലോകത്തിലാരും ജനിച്ചിട്ടില്ല. ഞങ്ങളുടെ കർത്താവ് ജീവിച്ചതുപോലെ ലോകത്തിലാരും ജീവിച്ചിട്ടില്ല. യേശു മരിച്ചതുപോലെ ലോകത്തിലാരും മരിച്ചിട്ടില്ല. യേശു കർത്താവ് മരണത്തെ തകർത്തുയർത്തെഴുന്നേറ്റതുപോലെ ലോകത്തിലാരും ഉയർത്തെഴുന്നേറ്റിട്ടില്ല. യേശു മടങ്ങി വരാൻ പോകുന്ന പോലെ ലോകത്തിലാരും മടങ്ങി വരാൻ പോകുന്നുമില്ല. ഒരാ ശക്തിയോടെ സ്തോത്രം പറഞ്ഞു, ദൈവത്തെ സ്തുതിച്ചു. ഇത് ക്ലിയറായ കാര്യമാണ്. അപ്പോൾ ഒന്ന്, പഴയ നിയമ ഭക്തന്മാരുടെ സാക്ഷ്യം, നേരമില്ല, വേഗത്തിൽ പറഞ്ഞു വിടണം. രണ്ട്, പുതിയ നിയമ ഭക്തന്മാരുടെ സാക്ഷ്യം, അതായത് പുതിയ നിയമ എഴുത്തുകാരായ മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ, 4 സുവിശേഷ എഴുത്തുകാരും യേശു കർത്താവിൻ്റെ മടങ്ങിവരവിനെ കുറിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട്. 25 പേർ ചേർന്നാണ് 21 ലേഖനങ്ങൾ എഴുതിയത്. പുതിയ നിയമത്തിൽ ആകെ 27 പുസ്തകങ്ങളാണ്. അതിൽ 24 സുവിശേഷങ്ങൾ, 21 ലേഖനങ്ങൾ. 21 ലേഖനങ്ങളിലും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മടങ്ങിവരവിനെ കുറിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട്. വേദപുസ്തകത്തിലെ, പുതിയ നിയമത്തിലെ ഏക പ്രവചന ഗ്രന്ഥമാണ് വെളിപ്പാട് പുസ്തകം. ആ വെളിപ്പാട് പുസ്തകത്തിൽ 7 പ്രാവശ്യം യേശു കർത്താവ് തന്നെ ഇതാ ഞാൻ വേഗം വരുന്നു എന്നരുളി ചെയ്യുന്നു. ഞങ്ങളെ കേട്ടുകൊണ്ടിരിക്കുന്ന സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, ഞങ്ങളിത് പറയാൻ കാരണം, ഇത്രയും കാലം കൊണ്ട് പറയുന്ന യേശു വരുന്നു ഞങ്ങൾ നിർത്തിയിട്ടില്ല, നിർത്താനും പോകുന്നുമില്ല. കാരണം എന്താണെന്നറിയാമോ? കാലഘട്ടം മാറുന്നതനുസരിച്ച് മാറ്റി എഴുതുന്നല്ല ഞങ്ങളുടെ ഇരിക്കുന്ന വിശുദ്ധ ബൈബിൾ. പിന്നെയോ ബൈബിളിനനുസരിച്ച് കാലഘട്ടം മാറി മറിഞ്ഞു വന്നുകൊണ്ടിരിക്കുകയാണ്. ഒന്നുകൂടെ പറയാം, വർത്തമാനപത്രവും ടിവിയും ഇന്നലെ എന്ത് നടന്നെന്ന് ഇന്ന് നിങ്ങളോട് പറയുന്നു, അല്ലേ ഇന്ന് രാവിലെ നടന്ന വൈകിട്ട് പറയുന്നു. ലൈവ് ടെലികാസ്റ്റിലൂടെ ഇപ്പോൾ സംഭവിക്കുന്നു, ഇപ്പോൾ പറഞ്ഞെന്ന് വരാം. എന്നാൽ നാളെ എന്ത് സംഭവിക്കുന്നു അറിയാൻ പത്രത്തിന് കഴിയത്തില്ല, ടി വിക്ക് കഴിയത്തില്ല. നാളെ എന്ത് സംഭവിക്കുമെന്ന് ഇന്നേ നമ്മോട് പറയുന്നൊരു പുസ്തകമുണ്ട്. അതത്രേ വിശുദ്ധ വേദപുസ്തകം. ഈ തിരുവെഴുത്തിനായി ഒരിക്കൽ കൂടെ ശക്തിയോട് ദൈവത്തെ സ്തുതിക്കാം. അപ്പം ഒന്ന്, പഴയ നിയമ ഭക്തന്മാരുടെ സാക്ഷ്യം ഗ്രഹിപ്പാൻ തക്കവണ്ണം ഞാൻ ശാന്തമായി പറയുന്നു. രണ്ടാമത് ഞാൻ പറഞ്ഞു പുതിയ നിയമ ഭക്തന്മാരുടെ എഴുത്തുകാരുടെ സാക്ഷ്യം. 3, സ്വർഗീയ ദൂതന്മാരുടെ സാക്ഷ്യം. അപ്പോസ്തല പ്രവൃത്തി 1-ാം അധ്യായം 10 വാക്യങ്ങൾ വായിച്ചാൽ, നമ്മുടെ വാഴ്ത്തപ്പെട്ടവനായ കർത്താവ് സ്വർഗ്ഗാരോഹണം ചെയ്യുമ്പോൾ 2 ദൂതന്മാർ പ്രത്യക്ഷപ്പെട്ടു. അവർ ചോദിച്ചു, ഗലീലാ പുരുഷന്മാരെ, ബാക്കി പറഞ്ഞാൽ ദൈവദാസന്മാരെ, നിങ്ങൾ ആകാശത്തേക്ക് നിങ്ങളെ വിട്ട് സ്വർഗ്ഗാരോഹണം ചെയ്ത യേശുവിനെ പോകുന്നവനായി കണ്ടതുപോലെ അവൻ മടങ്ങി വരും, അവൻ മടങ്ങി വരും, അവൻ മടങ്ങി വരും. ദൂതന്മാർ ഭോഷ്ക് പറയില്ല, ദൂതന്മാരുടെ സാക്ഷി അവൻ മടങ്ങി വരും. 4, കർത്തൃമേശയുടെ സാക്ഷ്യം. ഇന്നും പകൽ നിങ്ങൾ കർത്തൃമേശ അനുഭവിച്ച് കാണും. എന്താ എഴുതിയിരിക്കുന്നത്? ഞാൻ വരുവോളവും എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്വീൻ. കർത്താവിൻ്റെ മേശ അനുഭവിക്കുമ്പോൾ 2 കാര്യങ്ങൾ. പുറകോട്ട് നോക്കി നമുക്ക് വേണ്ടി അവൻ കാൽവറിയിൽ ബലിയായതിനെ കുറിച്ച് പറയുമ്പോൾ, മുമ്പോട്ട് നോക്കി അവൻ ഇതുവരെ വന്നില്ല. ദൈവരാജ്യത്തിൽ പിതാവിനോടൊപ്പം മുന്തിരിവള്ളിയുടെ അനുഭവത്തിൽ കുടിക്കുമ്പോൾ ഞാൻ കുടിക്കില്ല, മുന്തിരിവള്ളിയുടെ അനുഭവം ഞാൻ അനുഭവിക്കില്ലെന്ന് പറഞ്ഞിട്ട് കർത്താവ് പോയി ഓരോ തിരുമേശയും വിളിച്ചു പറഞ്ഞ്, നമ്മുടെ കർത്താവ് ഇതിന് വന്നില്ല, അവൻ വരും, അവൻ വരും. ഞാൻ വേഗത്തിൽ സമയമില്ലാത്തതുകൊണ്ട് ഓടിച്ചു വിടുകയാണ്. കർത്തൃമേശയുടെ സാക്ഷ്യം. 5, പരിശുദ്ധാത്മാവിൻ്റെ സാക്ഷ്യം. എന്താണ് പരിശുദ്ധാത്മാവിൻ്റെ സാക്ഷ്യം? വിശുദ്ധ ബൈബിൾ പറഞ്ഞു, 2 തെസ്സലോനിക്കർ 2:7, തടുക്കുന്നവൻ വഴിയിൽ നിന്ന് നീങ്ങിപ്പോകണം. അധർമ്മത്തിൻ്റെ മർമ്മം ഇപ്പോഴേ വ്യാപരിക്കുന്നുണ്ട്, എന്നാൽ തടുക്കുന്നവൻ വഴിയിൽ നീങ്ങിപ്പോകണം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവും സഭയും ഇപ്പോൾ ഇവിടെയുണ്ട്. സഭ ഇവിടെയുണ്ട്. സഭ ഇവിടെ ഉള്ളത് കൊണ്ടാണ് അധർമ്മത്തിൻ്റെ മർമ്മം വ്യാപരിക്കുന്നെങ്കിലും അധർമ്മമൂർത്തി വെളിപ്പെടാത്തത്. അധർമ്മമൂർത്തി വെളിപ്പെടും മുമ്പ് കർത്താവിൻ്റെ സഭ ഇവിടുന്ന് മാറ്റപ്പെടും. ഞാൻ പറഞ്ഞു ഒന്നുകൂടെ മനസ്സിലാക്കി തരാം. നിങ്ങൾക്കറിയാമോ സഹോദരങ്ങളെ, ഭൂമി വഷളത്വം പെരുകിക്കഴിഞ്ഞു, ദുഷ്ടത പെരുകിക്കഴിഞ്ഞു, ഇനിയൊന്നും പെരുകാനില്ല.
എന്തുമാത്രം കാലം കൊണ്ട് ഞങ്ങളിതൊക്കെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുക. നോഹയുടെ കാലം പോലെ, ലോത്തിൻ്റെ കാലം പോലെ മനുഷ്യപുത്രൻ്റെ വരവാകും. അതിനേക്കാൾ മ്ലേച്ഛതയായി കഴിഞ്ഞു. ദുഷ്ടതയും വഷളത്വവും പാവവും എല്ലാം പെരുകിക്കഴിഞ്ഞു. പക്ഷെ എന്തുകൊണ്ട് ദൈവത്തിന് ന്യായവിധി വരുന്നില്ല? അതിന് കാരണം പാപം പെരുകാഞ്ഞിട്ടല്ല, ദുഷ്ടത പെരുകാഞ്ഞിട്ടല്ല, വഷളത്വം പെരുകാഞ്ഞിട്ടല്ല. നോഹയുടെ കാലത്ത് ഭൂമിയിൽ എത്ര വഷളത്വം പെരുകിയാലും നോഹ പെട്ടകത്തിൽ കടക്കാതെ ദൈവത്തിന് ന്യായവിധി ഇറങ്ങില്ല. സ്തോത്രം. ലോത്തിൻ്റെ കാലത്ത് എത്ര ദുഷ്ടത വരുത്താലും ലോത്ത് സോതോം വിടാതെ ദൈവത്തിന് തീ ഇറങ്ങില്ല. വല്ലതും മനസ്സിലാകുന്നുണ്ടോ സഹോദരങ്ങളെ? ഇവിടെ പാപം പെരുകാഞ്ഞിട്ടല്ല, ദുഷ്ടത പെരുകാഞ്ഞിട്ടല്ല, അകൃത്യം പെരുകാഞ്ഞിട്ടല്ല ദൈവത്തിന് ന്യായവിധി വരാത്തത്. സ്തോത്രം പറയുന്ന, ഹല്ലേലൂയ പറയുന്ന, പ്രാർത്ഥിക്കുന്ന ദൈവസഭ ഇവിടെ ഉള്ളത് കൊണ്ടാണ്. ഒരാ ശക്തിയോട് സ്തോത്രം പറയുന്നവൻ്റെ വില, ഹല്ലേലൂയ പറയുന്നവൻ്റെ വില നിനക്കറിഞ്ഞുകൂടാ. അധികം താമസിയാതെ മനസ്സിലാവും. എന്താ ബൈബിൾ പറഞ്ഞേ? ഭൂമി പുടുപുട പൊട്ടും, ഭൂമി കിറുകിറക്കിറങ്ങും, ഭൂമി മത്തനെ പോലെ ചാഞ്ചാടും, ഭൂമി കാവൽ മാടം പോലെ ആടും. സ്വർഗത്തിലെ ദൈവം ഈ ഭൂമിയെ റബ്ബർ ബന്ധ് തട്ടുന്ന പോലെ തട്ടും. കാരണം മനുഷ്യൻ്റെ അകൃത്യം ഇതിന്മേൽ ഭാരമായിരിക്കുകയാണ്. ഇത് വീഴും, എഴുന്നേൽക്കില്ല. എന്തോ ഒരു ദുഷ്ടതയാണ്. അതൊന്നും പറയാൻ ഇന്ന് രാത്രി നേരമില്ല. എന്തൊരു വഷളത്തവാ, എന്തൊരു അകൃത്യമാണ് ഇവിടെ നടക്കുന്നത്. പക്ഷേ ഇത് വീഴും, ഇത് എഴുന്നേൽക്കില്ല. പക്ഷേ ഇത് താങ്ങി നിർത്തുന്നത് പ്രാർത്ഥിക്കുന്നൊരു കൂട്ടം ഇവിടെ ഉള്ളത് കൊണ്ടാണ്. സ്തോത്രം പറയുന്നുള്ളതുകൊണ്ടാണ്. ഈ കേരളത്തിൻ്റെ ഭൂപ്രകൃതി അനുസരിച്ച് സഖ്യപർവ്വത നിരകളാണ് അങ്ങേ വശം. ഇവിടെ ഇങ്ങോട്ട് കടല, നിങ്ങൾക്കറിയാം. കേരളവും അങ്ങോട്ട് മാറിയ അങ്ങേ വശം. ഞാൻ ഈ പറഞ്ഞ കേരളം അരിച്ചു പിറക്കി യാത്ര ചെയ്യുന്ന ആളാണ്. ഞാൻ പോകാത്ത വഴിയില്ല. ഇവിടുത്തെ ഊടുവഴികളെല്ലാം ഞങ്ങൾക്കറിയാം. അപ്പം ഞാൻ കഴിഞ്ഞ ദിവസം ഇവിടെ എവിടെയോ ഒരു കല്യാണ ശുശ്രൂഷ 2 നടത്തി. ഇവിടെ നെയ്യാറ്റിൻകര ഒരെണ്ണം നടത്തിയിട്ട് തൊട്ട് അരുവിക്കരയും ഒരെണ്ണം നടത്തി. ആ വഴി കൂടെ പോയി, തെന്മല റൂട്ടിൽ കൂടെ പോയി പത്തനാപുരത്ത് പ്രസംഗിക്കണം അന്ന് രാത്രി. അപ്പോൾ രാവിലെയും പകലും രാത്രിയല്ലേ ഇതുപോലെ പോവുക. അപ്പോൾ സൗഖ്യപർവ്വത നിരകൾ അങ്ങേ വശം, ഇങ്ങേ വശം കടലാണ്, അറേബ്യൻ കടലാണ്. ഈ ഭൂപ്രകൃതി അനുസരിച്ച് നിങ്ങൾക്കറിയാമോ, അവിടുന്ന് ഭൂമി കുലുക്കം ഉണ്ടാകണം, ഇടയ്ക്കിടയ്ക്ക് ഭൂമി പൊട്ടണം, ഇവിടുന്ന് കൊടുങ്കാറ്റുകൾ അടയ്ക്കണം. പണ്ടൊടിച്ചത് ഓർമ്മയുണ്ടല്ലോ, സുനാമി എന്ന രാക്ഷസ തിരമാല വരണം. പക്ഷേ ഇതിൻ്റെ നടുവിൽ ഈ കൊച്ചു കേരളം പിടിച്ചു നിർത്തപ്പെടാൻ കാരണമേ ഇതുപോലുള്ള ദൈവമക്കളുടെ പ്രാർത്ഥനയാ. സ്തോത്രം പറയുന്നുള്ളതുകൊണ്ടാ, ഹല്ലേലൂയ പറയുന്നുള്ളതുകൊണ്ടാ. നിനക്കവൻ്റെ വില അറിയാൻ പോവാ. എപ്പോഴെന്നറിയാമോ? കാഹളം ധ്വനിക്കുമ്പോൾ കർത്താവിൻ്റെ സഭ ഇവിടുന്ന് മാറ്റപ്പെടും. പോരാ, ശക്തിയോട് ദൈവത്തെ സ്തുതിച്ചേ, അപ്പോൾ മനസ്സിലാകും. ഒരു സെക്കൻഡിൽ 6 എന്ന കണക്ക് ഭൂമി കുലുക്കം. വെളിപ്പാട് ദിവസം പറയുന്നു, സകല ദിവ്യം ഓടിപ്പോയി, മലകൾ കാൺമാനില്ലാതെയായി. 1 താലന്തോളം വലിപ്പമുള്ള വലിയ കൽമഴ ആകാശം. താലന്ത് എന്ന് പറഞ്ഞാൽ 70 കിലോ, ഒരു കല്ലിൻ്റെ കൈ തൂക്കമായി. 70 കിലോ ഭാരമുള്ള കൽമഴ ആകാശത്ത് പെയ്യും. സകല ദ്വീപും ഓടിപ്പോയി, വൻ മഹാനഗരങ്ങൾ കാണാതെയായി. എത്രയോ വർഷം കൂടി ഞങ്ങൾ പറയാം, ബോംബെ പോലെ, കൽക്കട്ട പോലെ, മദ്രാസ് പോലെ, ബാംഗ്ലൂർ പോലെ, തിരുവനന്തപുരം പോലെ, കന്യാകുമാരി പോലെ വൻ പട്ടണങ്ങൾ ഒറ്റ രാത്രി കൊണ്ട് കാണാതാകുന്ന വലിയ ഭൂമി കുലുക്കങ്ങൾ ഉണ്ടാകും. പ്രൈസ് ദി ലോർഡ്. എന്നാൽ അതൊക്കെ ഇപ്പം പിടിച്ചു നിർത്തപ്പെടാൻ കാരണം ശബ്ദം കേൾക്കുന്നുണ്ടല്ലോ, കാരണം ദൈവസഭ ഇവിടെ ഉള്ളത് കൊണ്ടാണ്. മനുഷ്യ, നിന്റെ വർഷങ്ങളുടെ പണി ഇല്ലാതാക്കാൻ ദൈവത്തിന് മിനിറ്റ് വേണ്ട, സെക്കൻഡ് മതി. പോരെ? ഞാൻ ഈ ലോകത്ത് എവിടെ മലയാളിയുണ്ടോ അവിടെ എല്ലാം പോയി. വൻ പട്ടണങ്ങളൊക്കെ കാണുമ്പോൾ ദൈവമേ എന്തോ പണിയാ, എന്തോ പണിയാ. നിങ്ങൾ ചിന്തിച്ച് നോക്കി. ഇപ്പം ഞാൻ 2 ആഴ്ച മുമ്പ് ഞാൻ കൃപയാൽ UK പോയിട്ട് വന്നു. പലയിടത്തും പോകാറുണ്ട്. അപ്പം ഞാൻ ചിന്തിക്കും, എന്തോ മനുഷ്യൻ്റെ ബുദ്ധി എന്തോ പണിയുണ്ട്. പക്ഷേ ഇന്ന് ചിന്തിച്ച് നോക്കിയേ, ഈ പണിയൊക്കെ ഇല്ലാതാക്കാൻ ദൈവത്തിന് എത്ര സെക്കൻഡ് വേണം? 2 സെക്കൻഡ്. എടാ, നിൻ്റെ വർഷങ്ങളുടെ പണി ഇല്ലാതാക്കാൻ ദൈവത്തിന് 20 വർഷം വേണ്ടെന്നേ, 20 ദിവസം വേണ്ട, 20 മണിക്കൂർ വേണ്ട, സെക്കൻഡ്. റിക്ടർ സ്കെയിലിൽ 5.5, 4.8, 6.7 ഒന്ന് കുലുങ്ങിയാൽ മതി. ഒരു കുലുക്കം. നെയ്യാറ്റിൻകര കാണില്ല, തിരുവനന്തപുരം കാണില്ല. വലിയ കൊട്ടാരമൊക്കെ വെച്ചിരിക്കുമ്പോൾ അഹങ്കരിക്കരുത്, നിഗളിക്കരുത്. ഒരു ദിവസമെങ്കിലും ബലത്തോടായിരിക്കുന്ന കൃപയാണെന്ന് മറക്കരുത്. ശക്തിയോടെ കരമടിച്ച് സ്തോത്രം പറഞ്ഞു. ആരും അഹങ്കരിക്കരുത്. ഒരു ശാസ്ത്രത്തിനും പിടിച്ചു നിർത്താൻ കഴിയില്ല, ഒരു മന്ത്രിക്കും പിടിച്ചു നിർത്താൻ കഴിയില്ല, ഒരു MLAക്കും പിടിച്ചു നിർത്താൻ കഴിയില്ല. തമ്പുരാൻ പൊടുപൊട ഇതിനെ പൊട്ടിക്കാൻ തുടങ്ങിയാൽ, കിറുക്കാൻ തുടങ്ങിയാൽ, ഇതിനെ ആഴ്ത്താൻ തുടങ്ങിയാൽ ആർക്കും പിടിച്ചു നിർത്താൻ കഴിയില്ല. പക്ഷെ ആർക്കും പ്രവർത്തിച്ചാൽ രാത്രി വരും. നന്നായി ഇവിടെ വാഴാമെന്ന് ചിന്തിക്കരുത്. അപ്പോൾ ഇതിൻ്റെ കാരണം പരിശുദ്ധാത്മാവ് ഇവിടെയുണ്ട്, സഭ ഇവിടെയുണ്ട്, സഭയുണ്ട്.
അപ്പോൾ കർത്താവ് പറഞ്ഞു, നമ്മൾ വായിച്ചത് ഇങ്ങനെയാണ്, തടുക്കുന്നവൻ വഴിയിൽ നിന്ന് അപ്പോൾ അധർമ്മൂർത്തി പ്രത്യക്ഷപ്പെടും. വലിയ 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 സംഭവങ്ങളിലൂടെ ഉണ്ടാകും. അപ്പം ഞാൻ പറഞ്ഞു വന്ന 1 പഴയ ഭക്തന്മാരുടെ സാക്ഷ്യം, 2 പുതിയ ഭക്തന്മാരുടെ സാക്ഷ്യം, നിങ്ങളോട് പറയണം. 3 ദൂതന്മാരുടെ സാക്ഷ്യം, 4 കർത്തൃമേശയുടെ സാക്ഷ്യം, 5 പരിശുദ്ധാത്മാവിൻ്റെ സാക്ഷ്യം, 6 ദൈവസഭയുടെ സാക്ഷ്യം. എന്തിനെക്കുറിച്ചാണ്? യേശു കർത്താവിൻ്റെ വരവിനെക്കുറിച്ച്. വായിക്കാം. 1 കൊരിന്ത്യർ. ആരാ വായിച്ചുകൊണ്ടിരിക്കുന്നത്? പാസ്റ്റർ വായിച്ചോ. 1 കൊരിന്ത്യർ ലേഖനം 16-ാം അധ്യായം 22-ാം വാക്യം. 1 കൊരിന്ത്യർ 16:22. ഏവനും ശപിക്കപ്പെട്ടവൻ നമ്മുടെ കർത്താവ് വരുന്നു. ഒന്നുകൂടെ വായിച്ചോ പാസ്റ്റർ. കർത്താവിനെ സ്നേഹിക്കാത്തവൻ ഏവനും ശപിക്കപ്പെട്ടവൻ നമ്മുടെ കർത്താവ് വരുന്നു. ഇത് കൊരിന്ത്യ ലേഖനത്തിന് കൺക്ലൂഷൻ വേർഡാണ്, ഉപസംഹാര വാചകമാണ്. അത് വേദവസ്തും എഴുതപ്പെട്ട ഭാഷയിൽ, ഇബ്രായ ഭാഷയിൽ അതിൽ കൊടുത്തിരിക്കുന്ന മാറാനാഥ, അനാഥമ എന്നാണ്. ഈ കൺക്ലൂഷൻ വേർഡ് സഭയുടെ സല്യൂട്ടേഷനായി മാറി, വന്ദനസ്വരമായി മാറി. നമുക്കൊക്കെ വന്ദനസ്വരമുണ്ട്. മലയാളികൾ എന്താ വന്ദനം പറയുന്നത്? അല്ല, കേരളക്കാരെന്താ വന്ദനം പറയുന്നത്? നിങ്ങളിവിടെ പറയണേ, കേൾക്കണം എനിക്ക്. എന്താ പറയുന്നത്? നമസ്തേ, നമസ്തേ. ഇംഗ്ലീഷുകാർ പറയും ഗുഡ് മോർണിംഗ്. അവർക്ക് 3 നേരം 3. ഗുഡ് ആഫ്റ്റർനൂൺ, ഗുഡ് ഈവനിങ്. ഇസ്രായേൽക്കാർ പറയുന്നത് ഷാലോം, ഷാലോം. അപ്പോൾ പലർക്കും പല വന്ദന സ്വരമുണ്ട്. നമ്മൾ പെന്തക്കോസുകാരുടെ വന്ദനം തന്നെ വല്ലോന്ന് പറ. പ്രൈസ്ലോ, പ്രൈസ്ലോ, പ്രൈസ്ലോ. ഇതൊക്കെ പ്രൈസിലോട് പറഞ്ഞു. ഇപ്പോൾ ഒരാളോട് പ്രൈസിലോട് വെച്ചാൽ മറ്റേ പുള്ളി ഇങ്ങോട്ട് വയ്ക്കും, പുതിയ വിശ്വാസി ആയിരിക്കുമല്ലോ എന്ന്. പുതിയ വിശ്വാസിയെ പ്രൈസിലോട് പറയും, പഴയ വിശ്വാസി ഉറച്ചിരിക്കുകയില്ല. എന്നോട് പലരും പല ചോദ്യം, ഞാൻ പലയിടത്തും പ്രസംഗിച്ചിട്ടുണ്ട്, പലരും പല ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. അതൊരു ചോദ്യമാണ്, നിങ്ങൾ പെന്തക്കോസുകാർ തമ്മിൽ കാണുമ്പോൾ സ്തോത്രം കൊടുക്കുന്നതെന്ന്. സ്തോത്രം മോനെ, സ്തോത്രം, പ്രൈസ് ലോർഡ്. എന്തിനാ സ്തോത്രം കൊടുക്കുന്നറിയാവോ? അറിയാവോ? ഒരു സെക്കൻഡിൽ 6 പേർ വീതം, ഒരു മിനിറ്റിൽ 360 പേർ വീതം, ഒരു മണിക്കൂറിൽ 21,400 പേർ വീതം, ഒരു ദിവസം 5,18,000-ത്തിലധികം പേർ വീതം ഈ യോഗത്തോട് യാത്ര പറയുക. നിങ്ങൾ കഴിഞ്ഞ രാത്രി യോഗത്തിന് വന്ന് പോയി, വീട്ടിൽ പോയി മടങ്ങി വന്ന നേരം കൊണ്ട് കഴിഞ്ഞ 8:30 മുതൽ ഈ 8:30 ആയപ്പം 5 ലക്ഷം ആളുകൾ ഭൂമിയിൽ നിന്ന് പോയി. നിന്നേക്കാൾ സൗന്ദര്യമുള്ള, നിന്നേക്കാൾ ആരോഗ്യമുള്ള, നിന്നേക്കാൾ സമ്പത്തും സൗന്ദര്യമുള്ള 5 ലക്ഷം പോയി. ഈ ഞായറാഴ്ച നീ ആരാധനയ്ക്ക് വന്ന് അടുത്ത ഞായറാഴ്ച വരും മുമ്പ് അതിനോടുള്ളിൽ 7-5, ഏകദേശ കണക്ക് പറയാം, അച്ഛനൊന്നുമല്ല, 7-5 35 ലക്ഷം ആളുകൾ ഈ ഭൂമിയിൽ കാണില്ല. 13-കാരനും 18-കാരനും 12-കാരനും 48-കാരിയും ഒക്കെ പോവാ. അപ്പം നമ്മൾ തമ്മിൽ സ്തോത്രം കൊടുക്കല്ലച്ചാ, നമ്മൾ തമ്മിൽ കാണുമ്പോൾ ഈ സ്തോത്രം പറഞ്ഞൊരർത്ഥം പിടികിട്ടിയോ? സഹോദര സഹോദരി, നമ്മൾ തമ്മിൽ കണ്ടു പിരിഞ്ഞ ശേഷം എത്രയോ പേർ ലോകത്തോട് യാത്ര പറഞ്ഞു. വീണ്ടും കാണാൻ കൃപ തന്ന ദൈവത്തിന് സ്തോത്രം. നിന്റെ സഹോദരനെ വീണ്ടും കണ്ടതിൽ സന്തോഷമുണ്ട്, ദൈവത്തെ സ്തുതിക്ക്. നിന്റെ സഹോദരിയെ വീണ്ടും കണ്ടതിൽ സന്തോഷമുണ്ട്, ദൈവത്തെ സ്തുതിക്ക്. കൈകളടിച്ച് ശക്തിയോടെ ദൈവത്തിന് സ്തോത്രം പറ. ഹല്ലേലൂയ. ഈ തമ്മി കാണുമ്പോൾ മാത്രമല്ല, സഭായോഗത്തിന് വരുമ്പോൾ മാത്രമല്ല, വിശ്വാസിയെ കാണുമ്പോൾ മാത്രമല്ല. നീ ഇങ്ങോട്ട് നോക്കിയേ, രാവിലെ നീ ഇങ്ങോട്ട് എഴുന്നേറ്റ് വരുമ്പോഴേ നിന്റെ പ്രിയപ്പെട്ടവളെ ബലത്തോട് കാണുമ്പോൾ ദൈവത്തിന് സ്തോത്രം പറയണം. നിന്റെ പ്രിയപ്പെട്ടവനെ ബലത്തോട് കാണുമ്പോൾ സ്തോത്രം പറയണം. നിന്റെ കുഞ്ഞിനെ ബലത്തോട് കാണുമ്പോൾ സ്തോത്രം പറയണം. ഞാൻ കൂടെ പറയും, അനുനിമിഷം ദൈവം അത്ഭുതം ചെയ്യുന്നുണ്ട്, അനുനിമിഷം അത്ഭുതം ചെയ്യുന്നുണ്ട്. നിങ്ങൾ ഞാനും അത്ഭുതമായി കണക്കാക്കാത്ത വലിയൊരു അത്ഭുതം ഞാൻ പറയാം. ഉറക്കം ഒന്ന് പറഞ്ഞേ. ഉറക്കം ഒരത്ഭുതമാണ്. ഉറക്കത്തിൽ എഴുന്നേൽക്കുന്നതിനേക്കാളും വലിയ അത്ഭുതമാണ്. ഇന്ന് രാവിലെ ആരാധന കഴിഞ്ഞ് വീട്ടിൽ പലരും 5 മിനിറ്റ് ഒന്ന് മയങ്ങി, ഉറങ്ങിയില്ല. ചിലർ ഇപ്പോഴും മയങ്ങിക്കൊണ്ടിരിക്കുക. ആ മയങ്ങിയ നീ എഴുന്നേറ്റ് ഇവിടെ വന്നിരിക്കുന്നൊരു അത്ഭുതമാകും. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഇന്ന് രാത്രി നിങ്ങൾ വീട്ടിൽ പോകുന്നു, 10-നോ 10:30-ക്കോ 11-നോ നിങ്ങളുടെ ബെഡിൽ കയറി കിടക്കുന്നു. ആരാണ് നിങ്ങളുടെ കൺപോളകളെ തഴകി ഉറക്കുന്നത്? തമ്പുരാനാ ഉറക്കം തരേണ്ടത്. അല്ലാതെ എത്ര CPM ബൂൾസ് കഴിച്ചാലും നീ ഉറങ്ങില്ല. നാളെ രാവിലെ 5:30-ക്കോ 6-നോ 6:30-ക്കോ ആരാണ് നിങ്ങളെ തട്ടി ഉണർത്തുന്നത്? നിങ്ങൾ പറയും, അപ്പൻ, അമ്മ, ഭാര്യ, ഭർത്താവ്, മൊബൈല്, റിംഗ് ടൂൺ. നോ 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 നോ. ഈ രാത്രി ഉറങ്ങാൻ പോകുന്ന നിന്നെ
ദൈവം തമ്പുരാന്റെ കരം തട്ടിയാൽ അപ്പൻ തട്ടിയിലേൽ ഉണരും, അമ്മ തട്ടിയിലേൽ ഉണരും, ഭാര്യ തട്ടിയിലേൽ ഉണരും, ഡോക്ടർ തട്ടിയിലേൽ ഉണരും, ഹല്ലേലൂയ, സൈൻപീസ് അടിച്ചില്ലേൽ ഉണരും. എന്നാൽ രാത്രി ഉറങ്ങാൻ പോകുന്ന നിന്നെ എന്നെയും ദൈവത്തിന് കരം തട്ടിയില്ലെങ്കിൽ അപ്പൻ തട്ടിയാൽ ഉണരില്ല, അമ്മ തട്ടിയാൽ ഉണരില്ല, ഭാര്യ തട്ടിയാൽ ഉണരില്ല, ഏത് ഡോക്ടർ തട്ടിയാൽ ഉണരില്ല. പ്രഭാതം തോറും നമ്മെ തട്ടി ഉണർത്തുന്ന ദൈവത്തിന്റെ കൃപയ്ക്കായി ദൈവത്തിന് സ്തോത്രം പറയാ. ഈ രാത്രി തട്ടി ഉണർത്തിക്കൊണ്ട് വിടുത്തിയ ദൈവമാണ്, പ്രശംസിക്കാനൊന്നുമില്ല. അപ്പോൾ വന്ദനസ്വരം, സഭയുടെ വന്ദനസ്വരം എന്താന്നാ പറഞ്ഞേ? എന്താണെന്നാ പറഞ്ഞേ? അല്ലല്ലല്ല, മുമ്പേ ഞാൻ പറഞ്ഞു എന്തുവാ? മാറാ. നമ്മൾ പ്രൈസലോട് പറയുന്ന പോലെ, സ്തോത്രം പറയുന്ന പോലെ, ആദ്യ നൂറ്റാണ്ടിലെ സഭ ഒരാൾ കാണുമ്പോൾ മാറാ നാഥ എന്നൊരാൾ പറയും. അപ്പോൾ മറ്റേയാൾ എന്ത് പറയും? അനാഥമാ. മാറാ നാഥ എന്ന് പറഞ്ഞാൽ മാറി നിൽക്കടാന്നല്ല, മാറി നിൽക്കടാന്നല്ല. ഇവൻ പാടുന്ന മാറി നിൽക്കടാന്ന്, മാറി നിൽക്കണം. ഞാനതിനെക്കുറിച്ച് പറയും, പണ്ട് രണ്ട് വിശ്വാസികൾ തമ്മിൽ കാണാൻ വലിയ കൊതിയായിരുന്നു. കണ്ടാൽ കെട്ടിപ്പിടി ചുമ്മാ കൊടുക്കുമായിരുന്നു. സ്വതന്ത്രം അല്ലേ? അങ്ങനെ സ്വതന്ത്രം. ഇപ്പം നമുക്ക് കാറായി സ്കൂട്ടറായി. പണ്ട് സൈക്കിൾ പോലും ഇല്ലായിരുന്നു. കാണാൻ സമയമുണ്ടായിരുന്നു, കെട്ടിപ്പിടിക്കാൻ ഇടമുണ്ടായിരുന്നു. ഇപ്പം കാറും സ്കൂട്ടറും ഒക്കെ കിട്ടിയോണ്ട് ഇപ്പം അതേലിരുന്നാണ്ട് ഇങ്ങനൊരു കാണിയാണ്. ഇങ്ങനെ കാണിച്ച ഡ്രൈവിങ് പഠിച്ചു പറഞ്ഞാൽ സ്റ്റോപ്പ്, അവിടെ നിന്നോട് ഇങ്ങോട്ട് എടുക്കരുത്. കണ്ടോ? അപ്പം മാറാനാഥ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ കർത്താവ് വരുന്നു. അനാഥമയെന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം അവനെ സ്നേഹിക്കാത്തവൻ ശപിക്കപ്പെട്ടവൻ. കൈ ഉയർത്തി പറ, മാറാനാഥ. ഈ ദേശം കേട്ടിട്ട് ഉറക്കം വിളിച്ച് പറ, ഞങ്ങളുടെ കർത്താവ് വരുന്നു. ഇവരുടെ കൈ പൊങ്ങും, ഞങ്ങളുടെ കർത്താവ് വരുന്നു, ഞങ്ങളുടെ കർത്താവ് വരുന്നു. കൈകൾ അടിച്ചു ശക്തിയോടെ നമ്മൾ ഒന്നിച്ച പ്രശ്നം, യേശു വരാറായി, ഞങ്ങളുടെ കർത്താവ് വരാറായി. നിങ്ങൾ വിശ്വസിച്ചാലും ശരിയില്ലെങ്കിലും ശരി, നിങ്ങൾ അംഗീകരിച്ചാലും ശരി ഇല്ലെങ്കിലും ശരി, ഇസങ്ങൾ സ്വപ്നം കാണുന്ന സുന്ദര രാജ്യം സ്ഥാപിപ്പാൻ ഇന്നേക്ക് 2000 വർഷങ്ങൾക്ക് മുമ്പ് ക്രൂശിൽ മരിച്ച ക്രിസ്തു, കല്ലറയിൽ അടക്കം ചെയ്യപ്പെട്ട ക്രിസ്തു, കല്ലറയെ തകർത്തുയർത്തേറ്റ ക്രിസ്തു രാജാധിരാജാവായി മടങ്ങി വരുവാൻ പോകുന്നു. നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ ഒരുങ്ങുക. അതിനായി കൺവെൻഷനോട് വെച്ചത്. അപ്പം സഭയുടെ വന്ദനം, കർത്താവിൻ്റെ വരവ്, സഭയുടെ പ്രത്യാശ. 1 തെസ്സലോനിക്കർ 4:15, പ്രത്യാശയില്ലാത്ത മറ്റുള്ളവരെ പോലെ നിങ്ങൾ ദുഃഖിക്കാതിരിക്കേണ്ടതിന് ഇത് എഴുതുന്നു. വായിച്ചോ. കർത്താവിന്റെ പ്രത്യക്ഷത വരെ ജീവനോട് ശേഷിക്കുന്നവരായി നാം നിദ്ര കൊണ്ടവർക്ക് മുമ്പാകെയില്ല എന്ന് ഞങ്ങൾ കർത്താവിന്റെ വചനത്താൽ നിങ്ങളോട് പറയുന്നു. കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും മാറ്റി എഴുതിയിട്ടുമില്ല, ഞങ്ങൾ മാറ്റി പറയത്തുമില്ല. കർത്താവ് താൻ ഗംഭീരനാദത്തോടും, വായിച്ചോ, പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. പിന്നെ ജീവനോട് ശേഷിക്കുന്ന നാം അവരോട് ഒരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോടുകൂടെ ഇരിക്കും. കൈ ഉയർത്തിയാട്ടിയുടെ സ്തോത്രം എന്ന് പറഞ്ഞേ. ഞങ്ങളുടെ പ്രത്യാശ ഇതാ, ഈച്ചയും പൂച്ചയും നെലിയും പുലിയാകുന്നല്ല. ഞങ്ങളുടെ കർത്താവ് വരുമ്പോൾ അവന് സദൃശന്മാരായി ഞങ്ങൾ മാറും. ഞങ്ങളുടെ പ്രത്യാശ മണ്ണുകൊണ്ട് തീരുന്നല്ല, എന്നേക്കും പോയെന്ന് പറഞ്ഞ് ഞങ്ങൾ കളയല്ല, തൽക്കാലത്തേക്ക് വിടാ. നമ്മൾ ഒന്നിച്ചു കൂടുന്നൊരു ദിവസമുണ്ട്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഞങ്ങളുടെ പ്രത്യാശ ഏതാ? ഞങ്ങൾ യാത്രയാക്കുന്ന ഇനിയും കാണാമെന്നും പറഞ്ഞാ, അല്ലാതെ പൊക്കോ പോയി എന്ന് പറഞ്ഞല്ല കേട്ടോ. ആ പ്രത്യാശ എവിടാ ഉള്ളേ? കർത്താവിനെ അറിഞ്ഞവനല്ലാതെ ആർക്കായി പ്രത്യാശയുള്ളത്? ഒന്നിൽ കർത്താവിൻ്റെ വരവ്, അല്ലെ ഞങ്ങളുടെ മരണം. ഞങ്ങൾ മുട്ടുമുട്ടും, കാഹളം ധ്വനിക്കും, മരിച്ച വിശുദ്ധൻ ഉയർക്കും, ജീവനോട് ശേഷിക്കുന്ന രൂപാന്തരം പ്രാപിക്കും. ഞങ്ങൾ ഒന്നിച്ചു കൂടും. കൈ ഉയർത്തിയാണ്ട് സ്തോത്രം പറയാം കേട്ടോ. അപ്പോൾ സഭയുടെ വന്ദനം എന്തായിരുന്നു പറയുന്നേ? കർത്താവിൻ്റെ വരവ്. ഇങ്ങനെ പറ, കർത്താവിൻ്റെ വരവ്. സഭയുടെ പ്രത്യാശ എന്താ? കർത്താവ് വരും, കർത്താവിൻ്റെ വരവ്. കർത്താവിൻ്റെ കാഹളം ധ്വനിക്കും, മണ്ണിൽ മറഞ്ഞവൻ ഉയർക്കും, ജീവനോട് ശേഷിക്കുന്ന രൂപാന്തരം പ്രാപിക്കും. നിന്റെ സഭയിൽ പഠിപ്പിക്കുന്നുണ്ടോ? നിങ്ങൾ ഏത് സഭയെന്ന് എനിക്കറിയില്ല. നിങ്ങളുടെ സഭയിൽ യേശുവിൻ്റെ മടങ്ങിവരവ് പറയുന്നുണ്ടോ? ഇല്ല, ദൈവസഭയൊന്നും അല്ല. ഏതെങ്കിലും ഒരു കൺവെൻഷനിൽ കർത്താവിൻ്റെ ക്രൂശിനെ ഉയർത്താത്ത, അവൻ്റെ മടങ്ങിവരവിനെ പ്രസംഗിക്കാത്ത ഒരു പ്രസംഗവും സുവിശേഷമല്ലെന്നേ. സൈക്കിളും കൊണ്ട് വന്നാൽ ബോട്ടും കൊണ്ട് പോകാമെന്നും, കൊല്ലി സൈക്കിളും കൊണ്ട് വന്നാൽ എയറോപ്ലെയിനും കൊണ്ട് പോകാമെന്നും പറഞ്ഞ് നിങ്ങളെ ഇളക്കിയിട്ട് പോകുന്നൊന്നുമല്ല. നിന്നെ നിത്യതയ്ക്കായി ഒരുക്കാത്ത ഒരു പ്രസംഗവും വചനത്തിലുള്ളതല്ല.
ഒന്നുകൂടെ ശക്തിയോടെ കരം അടിച്ച് ദൈവത്തെ സ്തുതിച്ചേ. ഈ മണ്ണാങ്കട്ടയല്ല വലുത്, നിത്യതയാണ്. സ്തോത്രം. അപ്പം 1 സഭയുടെ വന്ദനം എന്തായിരുന്നു? കർത്താവിൻ്റെ വരവ്. 2 സഭയുടെ പ്രത്യാശ, കർത്താവിൻ്റെ വരവ്. 3 സഭയുടെ കാത്തിരിപ്പ്, ഫിലിപ്പിയ ലേഖനം 3:20. നമ്മുടെ പൗരത്വമോ, പറഞ്ഞു ദൈവദാസന്മാരെ, പറഞ്ഞു, നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകും. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു രക്ഷിതാവായി വരുമെന്ന് നാം കാത്തിരിക്കുന്നു. ഞങ്ങളുടെ കാത്തിരിപ്പ് യേശുവിൻ്റെ വരവാ. ഞാൻ പിന്നെ പറഞ്ഞുതരാം, അത് കർത്താവിൻ്റെ വരവാ. അവിടുന്ന് വരാതെ ഇവിടുത്തെ പ്രശ്നം തീരില്ല. ഞങ്ങളുടെ കാത്തിരിപ്പ് രക്ഷകനായ യേശു മിശിഹ തമ്പുരാൻ രണ്ടാമെന്ന് മടങ്ങി വരും. രാജാതിരാജാവാ. സകല വാഴ്ചയ്ക്കും അധികാരങ്ങൾക്കും നീക്കം വരുത്തും. സ്തോത്രം. അപ്പോൾ സഭയുടെ കാത്തിരിപ്പ്, കർത്താവിൻ്റെ വരവ്. ഇനി സഭയുടെ പ്രാർത്ഥന, വെളിപ്പാട് 22:20. പെട്ടെന്ന് വായിക്കും പാസ്റ്റർ. റെവലേഷൻ ചാപ്റ്റർ 22:20. വെളിപ്പാട് 22:20. സഭയുടെ സാക്ഷീകരിക്കുന്നവൻ അതേ ഞാൻ വേഗം വരുന്നു എന്ന് അരുളി ചെയ്യുന്നു. ആമേൻ കർത്താവായ യേശുവേ വരേണമേ. സഭയുടെ പ്രാർത്ഥന എന്തായിരുന്നു? ഉറക്കെ പറ. ആമേൻ കർത്താവായ യേശുവേ വേഗം വരേണമേ. ഉറക്കെ പറ. കാനോച്ചൻ മരിച്ചുപോയി. കാനോച്ചൻ പറഞ്ഞു, പണ്ട് സഭയുടെ പ്രാർത്ഥന ആമേൻ കർത്താവെ വരണമേ എന്നായിരുന്നെങ്കിൽ ഇപ്പം സഭയുടെ പ്രാർത്ഥന ആമേൻ കർത്താവെ തരണമേ എന്ന്. വരണമേ എന്നല്ല, തരണമേ. തരണമേ. കിട്ടിയതൊന്നും പോരാ, തരണമേ. സഭയുടെ പ്രാർത്ഥന ആമേൻ കർത്താവായ യേശുവേ വരണമേ. ഇപ്പം പാസ്റ്റർ കറക്റ്റ് വായിച്ചു. നിങ്ങൾ മുമ്പ് എന്താ പറഞ്ഞാൽ? ആമേൻ കർത്താവായ യേശുവേ. ഉറക്കെ പറ. അങ്ങനാണോ? മുമ്പേ പറഞ്ഞ അങ്ങനാണോ? വേഗം പറഞ്ഞു. ഞാൻ സാധാരണ ചോദിക്കും പാസ്റ്റർ, ഈ കല്യാണം ഉറച്ചു കഴിഞ്ഞാൽ കല്യാണം നടക്കാൻ ധൃതി പെണ്ണിനാണോ ചെറുക്കനാണോ? എന്തെങ്കിലും ഒന്ന് പറ. കണ്ട, അങ്ങനെ പറയുന്നത് എനിക്കറിയാം. സഹോദരിമാർ പറഞ്ഞു മണവാളനാണ്. നിങ്ങളിനി പറ. മണവാട്ടിക്ക. എനിക്കറിയാം അങ്ങനെ പറഞ്ഞു. സഹോദരൻ ഈയിടെ ആരാണ്ട് പറഞ്ഞു 2 പേർക്ക് വന്ന്, അപ്പം ഒരു പ്രശ്നമില്ലല്ലോ. പക്ഷെ ഇവിടെ ആർക്കാ ധൃതി എന്നേ? ആശ്രയം വായിക്കും, മറച്ചു വെച്ചോ, വായിക്കേ. ഇവിടെ ആർക്കാ ധൃതി എന്ന് വായിച്ചേ. ഇവിടെ ആർക്കാ ധൃതി? ഇത് സാക്ഷീകരിക്കുന്നവൻ അതേ ഞാൻ വേഗം വരുന്നു എന്നരുളി ചെയ്യുന്നു. സാക്ഷീകരിക്കുന്നത് ഞാൻ വേഗം വരുന്നു എന്നരുളി ചെയ്യുന്നു. ആമേൻ കർത്താവായ യേശുവേ വരേണമേ. മണവാളൻ പറഞ്ഞു, ഇതാ ഞാൻ വേഗം വരുന്നു. മണവാട്ടി പറഞ്ഞു, കർത്താവേ വരണമേ. അത്ര ധൃതിയൊന്നും വെക്കണ്ട, വെറുതെ വന്നാ മതി. ഇതാണ് ഇന്നത്തെ ആത്മീയോളത്തിൻ്റെ അവസ്ഥ. അത്ര പെട്ടെന്നൊന്നും വരണ്ട. വരണമേ, വേഗം വരണ്ട. പക്ഷെ ഒരു കാര്യം ഓർത്തോണം, സഭയുടെ വന്ദനം കർത്താവിൻ്റെ വരവ്, സഭയുടെ പ്രത്യാശ കർത്താവിൻ്റെ വരവ്, സഭയുടെ കാത്തിരിപ്പ് യേശുവിൻ്റെ മടങ്ങി വരവ്, സഭയുടെ പ്രാർത്ഥന കർത്താവേ വേഗം വരണമേ. കർത്താവായ യേശു ആരെയും കാത്തു നിന്ന് കൊണ്ടുപോകാൻ വരുന്നില്ല. കാത്തു നിൽക്കുന്നവരെ ചേർക്കാൻ യേശു വരും. യേശു ആരെയും ഒരുക്കി കൊണ്ടുപോകാൻ വരുന്നില്ല. ഒരുങ്ങി നിൽക്കുന്നവരെ ചേർക്കാൻ യേശു വരും. കൈ ഉയർത്തിയാട്ട് ദൈവത്തിന് സ്തോത്രം പറയാം. ഞാനിപ്പോൾ 6 സാക്ഷി തെളിവുകൾ പറഞ്ഞു. 1 പഴയ നിയമഭക്തന്മാരുടെ സാക്ഷ്യം, 2 പുതിയ നിയമഭക്തന്മാരുടെ സാക്ഷ്യം, 3 സ്വർഗ്ഗദൂതന്മാരുടെ സാക്ഷ്യം, 4 കർത്തൃമേശയുടെ സാക്ഷ്യം, 5 പരിശുദ്ധാത്മാവിൻ്റെ സാക്ഷ്യം, 6 സഭയുടെ സാക്ഷ്യം. 7ാമത്തേതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്, യേശു ക്രിസ്തുവിൻ്റെ സാക്ഷ്യം. ശക്തിയോടെ ദൈവത്തെ സ്തുതിച്ചാട്ട്. ലോകത്തിൽ ആരും പറയാത്തൊരു വാചകം പറഞ്ഞിട്ട് പോകുന്നത് ഞങ്ങളുടെ കർത്താവാണ്. ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കുവാൻ പോകുന്നു. സ്ഥലമൊരുക്കി കഴിഞ്ഞാൽ പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളും. യോഹന്നാൻ 14:13. ഞാൻ നിങ്ങളെ അനാഥനായി വിടുകയില്ല, ഞാൻ നിങ്ങളുടെ അടുക്കൽ വരും. യോഹന്നാൻ 14:18-19. കുറഞ്ഞൊന്നും കഴിഞ്ഞിട്ട് ലോകം എന്നെ കാണുകയില്ല, നിങ്ങളോ എന്നെ കാണും. യോഹന്നാൻ 14:19. ഞാൻ വീണ്ടും നിങ്ങളുടെ അടുക്കൽ വരും, ഞാൻ ജീവിക്കുന്നുകൊണ്ട് നിങ്ങളും ജീവിക്കും. യോഹന്നാൻ 14:28. ഞാൻ പോവുകയും നിങ്ങളുടെ അടുക്കൽ മടങ്ങി വരികയും ചെയ്യും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ദേശത്ത് ഞങ്ങളെ കേൾക്കുന്നവരെ, യേശു ക്രിസ്തുവിൻ്റെ മടങ്ങി വരവ് കാത്തിരിക്കാൻ ഞങ്ങൾക്ക് ഒരടയാളവും വേണ്ട, ഞങ്ങൾക്ക് ആരുടെയും സാക്ഷ്യവും വേണ്ട. ഐ വിൽ കം അഗെയിൻ. ഞങ്ങളുടെ കർത്താവ് പറഞ്ഞ് ഈ 3 വാക്ക് മതി. കാരണം ഞങ്ങളുടെ കർത്താവ് വോഷ്കു പറയുന്നവനല്ല. ശക്തിയോടെ കൈകൾ അടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്ത്. അവൻ വ്യാജം പറയുന്നവനല്ല. ഞാൻ ചവിട്ടി നിൽക്കുന്ന ഈ ഭൂമി മാറ്റപ്പെടും, എൻ്റെ തലയ്ക്ക് മീതെയുള്ള ആകാശം മാറും, പക്ഷേ അവൻ്റെ വാക്കു മാറില്ല. അവൻ്റെ വാക്കു മാറില്ല.
വഴിയാധാര ജീവിയായി കിടന്ന വഴിയമ്പലത്തിൽ അവനെ രക്ഷിച്ചു. നല്ല ശമരിയക്കാരൻ രക്ഷിച്ച് അവനെ ഇവിടെ കൊണ്ടാക്കി, വഴിയമ്പലത്തിൽ കൊണ്ടാക്കി. എന്നിട്ട് ആ വഴിയമ്പലക്കാരൻ 2 വെള്ളിക്കാശ് എടുത്ത് കൊടുത്തിട്ട് പറഞ്ഞു, ഇവനെ രക്ഷ ചെയ്യണം. അതൊക്കെ ഒത്തിരി ദൂതുണ്ട്, എനിക്ക് കൃത്യസമയത്ത് നിർത്തിയിട്ട് പോകണം, ദൂതുണ്ട്. എന്നിട്ട് പറഞ്ഞു, ഇവൻ രക്ഷ ചെയ്യണം കേട്ടോ. വഴിയമ്പലം ദൈവസഭയാ. ദൈവസഭ രക്ഷ ചെയ്യുന്നിടവാ, കൊള്ള ചെയ്യുന്നിടമല്ല. സ്വതന്ത്രം കേട്ടില്ല. ആ രക്ഷ ചെയ്യുന്നിടമാ ദൈവസഭ. നിന്റെ സഭയ്ക്കകത്ത് രക്ഷ ചെയ്യലാ നടക്കേണ്ടത്, കൊള്ള ചെയ്യലല്ല. ഇതിനകത്തൊരുത്തം വന്നുപോയല്ലോ എന്ന് പറയരുത്, നേരത്തെ വരാൻ ഒത്തില്ലല്ലോ എന്ന് പറയണം. ദൈവസഭ രക്ഷ ചെയ്യുന്നിടമാണ്, കൊള്ളയടിക്കുന്നിടമല്ല. ദൈവസഭ സമാധാനം നൽകുന്നിടമാ. ദൈവസഭയെ കുറിച്ച് ഞാൻ പറയുന്നത് ഉള്ള സമാധാനം അടിച്ചു പോൽ മാറ്റിക്കളയുന്നിടമല്ല. എന്നിട്ട് അയാൾ എന്നാ പറഞ്ഞത്? അധികം വല്ലതും ചെലവിട്ടാൽ ഞാൻ മടങ്ങി വരുമ്പോൾ തന്നുകൊള്ളാം. ഞാൻ മടങ്ങി വരുമ്പോൾ തരും. അപ്പോൾ ഇയാൾ റോഡിലോട്ട് കിടക്കുക. എന്നു വരും എപ്പോൾ വരും പോയതുപോ മണവാളനെ നോക്കിയിരിക്കുക. നല്ല പാട്ടൊക്കെ ആയിരുന്നു പണ്ട്. പെന്തക്കോസ്തുകാരുടെ യോഗത്തിന് ഉപവാസപ്രാർത്ഥന വന്നാലും ഉണർവ് യോഗം വന്നാലും എല്ലാം പാടുന്ന പാട്ടൊക്കെ ഉണ്ടായിരുന്നു. കർത്താവിൻ്റെ വരവ് കത്തുകത്തേകനായി നിൻ വരവോർത്തു ഞാൻ നാളെത്ര നീക്കിയൻ യേശുദേവാ മൽപ്രിയേനേ ഇതരേ നിന്നു നിൻ ശുദ്ധരേ ചേർത്തിടേ. ഇതൊക്കെയായിരുന്നു പാട്ട്. യേശു ക്രിസ്തുവിൻ്റെ മടങ്ങി വരവ്. യേശു പറഞ്ഞു, ഞാൻ മടങ്ങി വരും. യേശു കർത്താവ് പിലാത്തോസിൻ്റെ അരങ്ങിൽ നിൽക്കുമ്പോൾ നിരവധി ചോദ്യങ്ങൾ പിലാത്തോസ് യേശുവിനോട് ചോദിച്ചു. യേശു എല്ലാ ചോദ്യത്തിനും മറുപടി പറഞ്ഞില്ല. 2 ചോദ്യത്തിന് യേശു മറുപടി പറഞ്ഞുള്ളൂ. ഒരു ചോദ്യം യോഹന്നാൻ 19:10 പിലാത്തോസ് അഹങ്കാരത്തോട് ചോദിച്ചു, നീ എന്താ ഒന്നും മിണ്ടാത്തെ? നിന്നെ ക്രൂശിക്കുവാനും വിട്ടയക്കുവാനും എനിക്ക് അധികാരമുണ്ടെന്ന് നിനക്കറിയുന്നില്ലയോ? അപ്പോൾ യേശു വാ തുറന്നു. 19:10 എന്താണെന്നറിയാമോ? മേലിൽ നിന്ന് കിട്ടിയിട്ടില്ലെങ്കിൽ നിനക്കെൻ്റെ മേൽ ഒരധികാരവുമില്ല. തൻ്റെ ഇടമുണ്ടോ പറയാൻ? പിശാചിനെ നോക്കി രാത്രി പറയാൻ കഴിയുമോ? മേലിൽ നിന്ന് കിട്ടിയിട്ടില്ലെങ്കിൽ നിനക്കെൻ്റെ മേൽ, എൻ്റെ കുടുംബത്തിന്മേൽ, എൻ്റെ കുഞ്ഞുങ്ങളുടെ മേൽ ഒരധികാരമില്ല. വാ തുറന്ന ശക്തിയോട് കൈകളടിച്ച് അന്യഭാഷ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് പറ, പിശാചിൻ്റെ ചരക്ക് നിൻ്റെ മേലില്ലേ? പറ, മേലിൽ നിന്ന് കിട്ടിയിട്ടില്ലെങ്കിൽ നിനക്കെൻ്റെ മേൽ, ഓ ഷറഖനിയ, എൻ്റെ കുടുംബത്തിന്മേൽ, എൻ്റെ കുഞ്ഞുങ്ങൾ ഒരധികാരമില്ല. രണ്ടാമത്തെ ചോദ്യം, സ്തോത്രം, നീ ദൈവപുത്രനോ? പറക. മത്തായി 26:63 എന്താ കർത്താവ് പറഞ്ഞത്? നീ ദൈവപുത്രനാണെങ്കിൽ പറക. ഉടനെ കർത്താവ് പറഞ്ഞത്, ഞാനാകുന്നു. ഇനി ഈ മനുഷ്യപുത്രൻ സർവശക്തൻ്റെ വലതുഭാഗത്തിരിക്കുന്നതും അവൻ ആകാശമേഘങ്ങളെ വാഹനമാക്കി വരുന്നതും നിങ്ങൾ കാണും. കർത്താവ് എല്ലാത്തിനൊന്നും മറുപടി പറഞ്ഞില്ല. 2 ചോദ്യത്തിന് മറുപടി കൊടുത്തു. ഒന്ന്, നിന്നെ കൊല്ലാനും വിട്ടയക്കാനും അധികാരമുണ്ടെന്ന് പറഞ്ഞു. മേലിൽ നിന്ന് കിട്ടിയിട്ടില്ല എനിക്ക് എൻ്റെ മേൽ അധികാരമില്ല. നീ ദൈവപുത്രനോ? പറക. യേശുവിനെ മറുപടി, അതെ ഞാനാകുന്നു. മനുഷ്യപുത്രൻ പിതാവിൻ്റെ വലതുഭാഗത്തിരിക്കുന്നതും ആകാശമേഘങ്ങളെ തേരാക്കി വരുന്നത് നിങ്ങൾ കാണും. യേശു മടങ്ങി വരും. പറഞ്ഞത് പോഷ്കില്ലാത്തവനാ. യേശു വന്നാലേ ഇവിടുത്തെ പ്രശ്നങ്ങൾ തീരുകയുള്ളൂ. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മടങ്ങി വരുമ്പോൾ ഭൂമിയിൽ സംഭവിക്കേണ്ട ഞാൻ പറഞ്ഞല്ലോ 96ഓളം ഇൻസിഡൻസ് ഉണ്ട്, അടയാളങ്ങളുണ്ട്. അവയെല്ലാം കൺമുൻപിൽ നിവർത്തിക്കപ്പെടുകയാണ്. 1-2 കാര്യങ്ങൾ വായിക്കാം, സമയത്ത് നിർത്തണമല്ലോ. ലൂക്കോസ് വിശേഷം 21-ാം അധ്യായം 25-ാം വാക്യം. ലൂക്കോസ് വിശേഷം നോക്കൂ. കഴിഞ്ഞ ആഴ്ച ഞങ്ങളുടെ ബൈബിളിൽ എഴുതിയതല്ല, 2000 വർഷം മുമ്പ് എഴുതി വെച്ചതാ. വായിച്ചേ. സൂര്യനിലും ചന്ദ്രനിലും നക്ഷത്രങ്ങളിലും, കേട്ടോ, സൂര്യനിലും ചന്ദ്രനിലും നക്ഷത്രങ്ങളിലും ലക്ഷ്യങ്ങളുണ്ടാകും. അടുത്തത്, കടലിന്റെയും ഓളത്തിന്റെയും മുഴക്കം നിമിത്തം ഭൂമിയിലെ ജാതികൾക്ക് നിരാശയോടുകൂടിയ പരിഭ്രമം ഉണ്ടാകും. പറഞ്ഞോ, 96 അടയാളങ്ങളെ 4ആയി തിരിക്കുന്ന പ്രാപഞ്ചിക ലക്ഷണങ്ങൾ, 2 ജാതീയ ലക്ഷണങ്ങൾ, 3 യഹൂദിയ ലക്ഷണങ്ങൾ. മധ്യഭാഗത്തുള്ള പലസ്തീനിൽ നടക്കുന്ന അറിയാവോ? അതൊക്കെ ഓരോ രാത്രി പ്രസംഗിക്കേണ്ടതാ. ഇസ്രായേൽ ഭാരമുള്ള കല്ല്, കഠിനമായി മുറിവേൽക്കും തൊടുന്നവൻ, വലിയ പ്രശ്നമാണ്. അതവിടെ നിൽക്കട്ടെ. 4 മാർഗ്ഗലക്ഷണം, ക്രൈസ്തവ സഭയെ സംബന്ധിച്ച്, ദൈവസഭയെ സംബന്ധിച്ച്. 1 പ്രാപഞ്ചിക ലക്ഷണങ്ങൾ,
2 ജാതീയ ലക്ഷണങ്ങൾ, 3 യഹൂദി ലക്ഷണങ്ങൾ, 4 മാർഗീയ ലക്ഷണങ്ങൾ, 96 അടയാളങ്ങൾ 4 ആയി തിരിച്ചിട്ടുണ്ട്. അതായത് യേശു ക്രിസ്തുവിൻ്റെ മടങ്ങിവരവ് അടുക്കുമ്പോൾ പ്രപഞ്ചത്തിൻ്റെ അവസ്ഥ എന്തായിരിക്കും, ജാതീയ മണ്ഡലത്തിൻ്റെ അവസ്ഥ എന്തായിരിക്കും, യഹൂദ ജാതിയുടെ അവസ്ഥ എന്തായിരിക്കും, ദൈവസഭയുടെ അവസ്ഥ എന്തായിരിക്കും? ഒന്നിച്ചു പഠിച്ചാൽ നമ്മുടെ കർത്താവ് അടുക്കൽ വാതുക്കലായിരിക്കുന്നു. പോരാ, ശക്തിയോട് ദൈവത്തെ സ്തുതിക്കൂ കേട്ടോ. അവിടെ എഴുതിയിരിക്കുന്ന പദം കേട്ടോ, ഒന്നുകൂടെ വായിച്ചേ. സൂര്യനിലും ചന്ദ്രനിലും നക്ഷത്രത്തിലും ലക്ഷങ്ങളുണ്ടാകും. കടലിന്റെയും മുഴക്കം നിമിത്തം ഭൂമിയിലെ ജാതികൾക്ക് നിരാശയോടുകൂടി പരിഭ്രമം ഉണ്ടാകും. തൊട്ടടുത്താണ്, കുറച്ചുകൂടി അങ്ങോട്ട് പോയാൽ മതി. ആകാശത്തിന്റെ ശക്തികൾ ഇളകി പോകുന്നത്. ഞാനും കായംകുളത്താണ്. ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഒരു 10-15 കിലോമീറ്റർ പോയ കടലാണ്. നല്ലപോലെ കടലിളകിയ ശബ്ദം വീട്ടിൽ കേൾക്കാം. ഈ അവിടെ ഒരു പദം എഴുതിയിട്ടുണ്ട്, നിങ്ങൾ മറക്കരുത്. നമ്മൾ മറക്കാൻ കഴിയില്ലല്ലോ. എന്താ കടലിൻ്റെയും ഓളത്തിൻ്റെയും മുഴക്കം നിമിത്തം ഭൂമിയിലെ ജാതികൾക്ക് നിരാശയോടുകൂടിയ. എത്ര കാലം മുമ്പ് എഴുതി വെച്ചതാ എന്ന് ആലോചിച്ചത്. എന്തോ എഴുതി വെച്ചേക്കുന്നത്, കടലിൽ മുഴക്കം നിമിത്തം ജാതികൾക്ക് നിരാശയോട് പരിഭ്രമം ഉണ്ടാകും, പേടിക്കും. കടലിളകിയാൽ ജനം പേടിക്കുമെന്ന്. നമ്മളൊക്കെ ഇവിടെ താമസിച്ചിട്ടുണ്ട്, കുറച്ചങ്ങോട്ട് പോയല്ലേ ഈ കടൽ. എന്താ 2000-ൽ ഒരു ഭൂമികുലുക്കം ഉണ്ടായി സുമത്രാദ്വീപിൽ, ഇന്തോനേഷ്യയിൽ 2012 അല്ലേ, 2002 ഉണ്ടായി. അതോടുകൂടി ഭൂമികുലുക്കം ഉണ്ടായി. അപ്പോഴാണ് സുനാമി എന്ന രാക്ഷസ തിരമാലയുടെ കൊന്നത്തെങ്ങിൻ്റെ വലിപ്പത്തിൽ തിരമാല ഉയരുമെന്ന് കണ്ടത്. കടലും കായലും ഒന്നായി 2 മണിക്കൂർ കൊണ്ട് 2.5 ലക്ഷം ആളുകളെ തുടച്ചു നീക്കിക്കൊണ്ടുപോയി, കടൽ കൊണ്ടുപോയി. അതിനുശേഷം അമേരിക്കയിൽ അടിക്കാൻ തുടങ്ങി. ഹരിക്കേൻ എന്നാണ് അവർ അറിയപ്പെടുന്നത്. നല്ല പെൺപിള്ളേരുടെ പേരൊക്കെയാണ് അവരിട്ടത്. പക്ഷേ പട്ടണത്തെ മുഴുവൻ അടിച്ചുകൊണ്ട് പോയി. അങ്ങനെ പലയിടത്തും അടിക്കാൻ തുടങ്ങി. അപ്പോഴാണ് ഈ സുനാമി എന്ന പ്രതിഭാസം മനുഷ്യന് മനസ്സിലായത്. അതോടുകൂടി സുനാമി എന്ന് കേൾക്കുമ്പോൾ മനുഷ്യന് പേടിയായി. അതിന് കാരണം എന്നറിയാമോ? അത് ഒത്തിരി ദിവസം കൊണ്ട് വിശദീകരിക്കേണ്ട. കാരണം എന്നറിയാമോ? നിങ്ങൾക്കറിയാമോ, ലോകത്തിലെ വൻ പട്ടണങ്ങളെല്ലാം സമുദ്രതീരത്താണ് അല്ലേ? ടോക്കിയോ സമുദ്രതീരത്താണ്, സിഡ്നി സമുദ്രതീരത്താണ്. അങ്ങനെ എല്ലാം നോക്കിയോ, ന്യൂയോർക്ക് സമുദ്രതീരത്താണ്, ചിക്കാഗോ സമുദ്രതീരത്താണ്. ഇനി ഗൾഫ് രാജ്യങ്ങൾ നോക്കിയേ, സൗദി സമുദ്ര നടുവിൽ, കുവൈറ്റ് സമുദ്ര നടുവിൽ, മസ്കറ്റ് സമുദ്ര നടുവിൽ, ബഹ്റിൻ സമുദ്ര നടുവിൽ, കുവൈറ്റ് സമുദ്ര നടുവിൽ, നമ്മുടെ ബോംബെ സമുദ്ര നടുവിൽ, ഇവിടുത്തെ കന്യാകുമാരി സമുദ്രതീരത്ത്, പിന്നെ തിരുവനന്തപുരം സമുദ്രതീരത്ത്, കൊല്ലം സമുദ്രതീരത്ത്, ആലപ്പുഴ സമുദ്രതീരത്ത്, എറണാകുളം സമുദ്രതീരത്ത്, മംഗലാപുരം സമുദ്രതീരത്ത്. നല്ല പട്ടണങ്ങളല്ല ഇവിടെ സമുദ്രതീരത്ത്, കടൽ തീരത്ത്. അപ്പം ബൈബിള് പറഞ്ഞു, കടലിൻ്റെയും ഓളത്തിൻ്റെയും മുഴക്കം നിമിത്തം ഭൂമിയിലെ ജാതികൾക്ക് നിരാശയോട് പരിഭ്രമമുണ്ടാകും. അവിടെ മറ്റൊരു വാക്യമുണ്ട്, വിയ്യാവിൻ്റെ പുസ്തകത്തിൽ, അവൻ വെള്ളം വിട്ടയച്ചാൽ അത് ഭൂമിയെ മറിച്ചു കളയും. കടൽ തീരത്ത് തമ്പുരാൻ പഞ്ചസാര മണ്ണ് കൊണ്ട് അതിരിട്ടിട്ട് പറഞ്ഞു, ഇവിടെ വരെ നിനക്ക് വരാം, ഇവിടെ നിൻ്റെ തിരമാലയുടെ ഹുങ്കം അടങ്ങും. അപ്പം തമ്പുരാൻ ഇതിനെ അതിരിട്ടിരിക്കുക. തമ്പുരാൻ കൽപ്പിച്ചിടത്ത് നിൽക്കും. ഗംഭീരമായി മുഴങ്ങുന്ന സമുദ്രം തമ്പുരാൻ്റെ വാക്കിൽ കീഴടങ്ങും. എന്നാൽ തമ്പുരാൻ വെള്ളം വിട്ടയച്ചാൽ ബോംബെ കാണില്ല, മദ്രാസ് കാണില്ല, കൽക്കട്ട കാണില്ല, തിരുവനന്തപുരം കാണില്ല, നെയ്യാറ്റിങ്കര കാണില്ല. ഒന്നുകൂടെ ഞാൻ പറയാം, ആരും അഹങ്കരിക്കരുത്. നമ്മളാകുന്ന ദൈവത്തിൻ്റെ കൃപയാലാ. ഉണ്ടോ? സ്വതന്ത്രം. അപ്പോൾ ഭൂമിയിലെ നിരാശ ഉണ്ടായിരുന്നു. അവിടെ മറ്റൊരു പദം ഉണ്ട്, ഹഗായി പ്രവചനം 2:6-7 വാക്യം. കുറഞ്ഞൊന്ന് കഴിഞ്ഞിട്ട് ഞാൻ കരയെ ഇളക്കും, ഞാൻ കടലിനെ ഇളക്കും, ഞാൻ ആകാശത്തെ ഇളക്കും. അടുത്ത വാക്യം ദൈവമക്കളുടെ പ്രത്യാശയാ, സകല രാജ്യത്തിൻ്റെയും മനോഹര വസ്തു വരും. പ്രിയപ്പെട്ടവരെ, കര ഇളകി തുടങ്ങിയിരിക്കുന്നു, കടൽ ഇളകി തുടങ്ങിയിരിക്കുന്നു, ആകാശം ഇളകി തുടങ്ങിയിരിക്കുന്നു. അതിൻ്റെ അർത്ഥം ഇളക്കമില്ലാത്ത രാജ്യം സ്ഥാപിപ്പാൻ യേശു ഇറങ്ങി വരാറായി. നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലേലും ഈ വേദപുസ്തകത്തിലെ പ്രവചനം ഞാൻ വായിച്ച് കേൾപ്പിക്കാം. 65-ാം സങ്കീർത്തനം പക്ഷേ ഒന്ന് വായിച്ചേ. ഇവിടെയുണ്ട് 65-ാം സങ്കീർത്തനം 7-ാം വാക്യം വായിച്ചേ. അവൻ സമുദ്രങ്ങളുടെ മുഴക്കവും തിരമാലകളുടെ കോപവും ജാതികളുടെ കലകവും ശമിപ്പിക്കുന്നു. അവൻ സമുദ്രങ്ങളുടെ മുഴക്കവും, വായിക്കേ, തിരമാലകളുടെ കോപവും ജാതികളുടെ കലകവും ശമിപ്പിക്കുന്നു. പിന്നെ അടുത്തത്, ഭൂസിമാവാസികളും നിന്റെ ലക്ഷ്യങ്ങൾ നിമിത്തം ഭയപ്പെടുന്നു. കണ്ടോ? ഭയപ്പെടുക, ലോകം മുഴുവൻ ഭയപ്പെടുക. അവൻ സമുദ്രങ്ങളുടെ മുഴക്കവും തിരമാലകളുടെ കോപവും ജാതികളുടെ കലവും ശമിപ്പിക്കുന്നു. എല്ലായിടവും ലോകം ഇളകുന്നുണ്ട്. ഈ പ്രശ്നം തീർക്കാൻ ആരെ കൊണ്ട് കഴിയില്ല. എത്ര കാലമായി യുദ്ധം തുടങ്ങിയിട്ട് തീർക്കാൻ കഴിയുന്നോ? നേതാക്കന്മാർ കുഴപ്പമുള്ളവരായിട്ടല്ല, അവരെ കൊണ്ടൊന്നും പ്രശ്നം പരിഹരിക്കാൻ കഴിയില്ല. ഞാനുള്ള കാര്യമാണ് പറയുന്നത്. ഇവിടെയും നമ്മുടെ ബഹുമാനപ്പെട്ട മെമ്പേഴ്സൊക്കെ വന്നവരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം,
ഇവിടെ ആര് ഭരിച്ചാലും ലോകം നന്നാകാൻ പോകുന്നില്ല. കാരണം അവരുടെ കുഴപ്പമല്ല, ലോകം അങ്ങനായി. ഇത് ടോട്ടൽ ലോസ്റ്റിൽ തള്ളിയിരിക്കുകയാണ്. ആത്മഹത്യ കൂടുകയാണോ കുറയുകയാണോ? കൊലപാതകം കൂടുകയാണോ കുറയുകയാണോ? വീട്ടിൽ നിന്ന് ഒളിച്ചോട്ടം കൂടുകയാണോ കുറയുകയാണോ? എത്ര തള്ളമാരാ, എത്ര അപ്പന്മാരാ കോടതി വരാതെ കിടന്ന് ചങ്കിട്ട് അലിക്കുന്നത്? അപ്പനും അമ്മയും വേണ്ട മക്കൾക്ക് ഇറങ്ങി ഓടുകയല്ലേ. അങ്ങനെ എന്തല്ല, ബലാത്സംഗം കൂടുകയാണോ? സ്ത്രീപീഡനം കുറയുകയാണോ? കൂടുക. ഇവരുടെ പ്രശ്നമല്ല, ഇവരെ കൊണ്ടൊന്നും ഇത് പരിഹരിക്കാൻ കഴിയില്ല. പിന്നെ ആര് ഭരിച്ചാലും ഞങ്ങൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. പിന്നെ എനിക്കൊരവസരം കിട്ടിയായിരുന്നെങ്കിൽ ഞാൻ ഇത് നന്നാക്കാമായിരുന്നെന്നാരും എന്ത് ചെയ്യരുത് പറയരുത്. അതുകൊണ്ട് എല്ലാവർക്കും അവസരം കൊടുത്തുകൊണ്ടിരിക്കുക. നിങ്ങളോടൊരു കാര്യം പറയാം, നിങ്ങളെല്ലാം ഭരിച്ച് മുടിച്ച് നിങ്ങളെ കൊണ്ടിത് സാധിക്കത്തില്ലെന്ന് പറയുമ്പോൾ ഭരിക്കാൻ അറിയാവുന്നവൻ ഇറങ്ങി വരും. ഒരു രാജാവ് നീതിയോടെ വാഴും. അന്ന് പ്രഭുക്കന്മാർ ന്യായത്തോട് ഭരണം. സ്വതന്ത്രം സ്വതന്ത്രം. ഭരണകൂടം മാറി മറിഞ്ഞു വന്നിടും, ഭരണകൂടം മാറി മറിഞ്ഞു വന്നിടും, ഭരണാധികാരികൾ പൊടുന്ന നവെ മാറിടും. കയ്യൊന്നടിച്ചേ. ഭരണാധികാരികൾ പൊടുന്ന നവെ മാറിടും, മരിച്ചുയർത്താവൻ ഭരണം കയ്യേൽക്കും, മരിച്ചുയർത്താവൻ ഭരണം കയ്യേൽക്കും. യേശുരാജൻ വേഗം വാനിൽ വന്നിടും, യേശുരാജൻ വേഗം വാനിൽ വാ. തൻവരാവിനായൊരുങ്ങി നിൽക്ക നാം ദിനം, തൻവരാവിനായൊരുങ്ങി നിൽക്ക നാം ദിനം. ഗംഭീരാനാദം കേൾക്കും നിശ്ചയം, ഗംഭീരാനാദം കേൾക്കും നിശ്ചയം. ഭരണകൂടം മാറി മറിഞ്ഞു വന്നിടും, ഭരണകൂടം മാറി മറിഞ്ഞു വാ. ഭരണാധികാരികൾ പൊടുന്ന നവെ മാറിടും, ഭരണാധികാരികൾ പൊടുന്ന നവെ മാറിടും. മരിച്ചുയർത്താവൻ ഭരണം കയ്യേൽക്കും, മരിച്ചുയർത്താവൻ ഭരണം കയ്യേൽക്കും. എന്താ മനസ്സിലായി? ഭരണകൂടം മാറി മറിയും, ഭരണാധികാരികൾ പൊടുന്ന നവെ മാറും, മരിച്ചുയർത്തവൻ ഭരണം കയ്യേൽക്കും. ഹല്ലേലൂയ. അതിമൂതലായ സകല വൃക്ഷവും, കൈയടിച്ചേ, അതിമൂതലായ സകല വൃക്ഷവും കൂട്ടമായി തളിർത്തു കാൺമതോർത്തു നോക്കുകി, കൂട്ടമായി തളിർത്തു കാൺമതോർത്തു നോക്കുകി. ഉന്നതത്തിൻ നാദം കേൾക്കാറായി, ഉന്നതത്തിൻ നാദം കേൾക്കാറായി. ചെറുമട യേശുരാജൻ വേഗം വാനിൽ വന്നിടും, തൻവരാവിനായൊരുങ്ങി നിൽക്ക നാം ദിനം, തൻവരാവിനായൊരുങ്ങി നിൽക്ക നാം ദിനം. ഗംഭീരാനാദം കേൾക്കും നിശ്ചയം, ഗംഭീരാനാദം കേൾക്കും നിശ്ചയം. സൂര്യചന്ദ്ര താരകാദിഗോളങ്ങൾ, സൂര്യചന്ദ്ര താരകാദിഗോളങ്ങൾ സൂക്ഷ്മബുദ്ധികൾ നിരീക്ഷണം നടത്തുമ്പോൾ, സൂക്ഷ്മബുദ്ധികൾ നിരീക്ഷണം നടത്തുമ്പോൾ. ഭീമാമാറ്റം വരുവാൻ പോകുന്നു, ഭീമാമാറ്റം വരുവാൻ. കേടിച്ചേ ശക്തിയോടെ. യേശുരാജൻ വേഗം വാനിൽ വന്നിടും, യേശുരാജൻ വേഗം വാനിൽ. തൻവരാവിനായൊരുങ്ങി നിൽക്കുന്ന ജനം, തൻവരാവിനായൊരുങ്ങി നിൽക്കുന്ന ജനം. ഗംഭീരാനാദം കേൾക്കും നിശ്ചയം, ഗംഭീരാനാദം കേൾക്കും നിശ്ചയം. ഒരുങ്ങി നിന്നോ. കാഹളനാദം കേൾക്കാറായി. ശക്തിയോടെ കൈ ഉയർത്തിയ ദൈവത്തെ സ്തുതിച്ചാണ്. കാഹളനാദം കേൾക്കുന്ന ദൈവജനം ഇവിടുന്ന് പറക്കാറായി. ദിവസം പറഞ്ഞ അന്ത്യകാലത്ത് ദുഃഖയുടെ സമയങ്ങൾ വരും. നിന്റെ ദിവസം ഒരിക്കൽ 2 തിമോത്തിയോസ് 3:1 മനുഷ്യൻ സ്വസ്നേഹികളും ദ്രവ്യാഗ്രഹികളും വമ്പ് പറയുന്നവരും അഹങ്കാരികളും ദൂഷകന്മാരും അമ്മയപ്പന്മാരെ അനുസരിക്കാത്തവരും നന്ദികെട്ടവരും അശുദ്ധരും വാത്സല്യമില്ലാത്തവരും ഇണങ്ങാത്തവരും ഏഷണിക്കാരും 17 കൂട്ടം കാര്യങ്ങൾ. ഉഗ്രന്മാരും perilous time, hard time, difficult time, grievous days വന്നിരിക്കുക. പെറ്റതള്ള കുഞ്ഞിനെ വലിച്ചെറിയുന്നു. ഒരു നല്ല മോളൂടെ പോയിട്ട് ഒരു ഓട്ടോറിക്ഷയിൽ നിന്ന് ഒരു പുതുക്കെട്ട് അങ്ങോട്ട് എറിഞ്ഞു പാലത്തേന്ന്.
താഴെ നിന്ന് വള്ളക്കാരി നോക്കി ഒരു കുഞ്ഞാ. ഇവള് ചോദിച്ചു, പെറ്റതള്ള തന്നെ കുഞ്ഞിനെ മറക്കുമോ? വലിച്ചെറിയ റെയിൽവേ ട്രാക്കിൽ, ട്രെയിനിൻ്റെ കക്കൂസിൽ പട്ടിക്കിട്ട് കൊടുക്കുക. തിരുവല്ല റെയിൽവേ മുനിസിപ്പാലിറ്റിക്കാർ വർഷങ്ങൾക്ക് മുമ്പ് ഒരു മുനിസിപ്പാലിറ്റി എവിടെയോ വേസ്റ്റ് കൂനെ ഇങ്ങനെ തട്ടിയിട്ടപ്പോൾ ഒരു ചോരക്കുഞ്ഞ് എലി കടിച്ചു, കൊണ്ട് തള്ള കൊണ്ടിട്ട് പോയതാ. കണ്ടോ, പെർലെസ് ടൈം. അവിടെ 3-4 കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. വാത്സല്യമില്ലാത്തവർ, കനിവറ്റവർ, ഉഗ്രന്മാർ, സൽഗുണദോഷികൾ, നന്ദി കെട്ടവർ. 17 കാര്യമുണ്ട്. കനിവറ്റവർ, വാത്സല്യമില്ലാത്തത്, കൊല്ലുകല്ല, വെട്ടി നുറുക്കുക, കുത്തി നുറുക്കുക, തള്ളിയിട്ടിട്ട് അരച്ച് കളയുക. ഒരു കാർ ഓവർടേക്ക് ചെയ്യുമ്പോൾ പുറകിന് ചേസ് ചെയ്ത് വന്നിട്ട് താഴെ തള്ളിയിട്ടിട്ട് 40 തവണ എൻ്റെ മണ്ടയ്ക്ക് കയറി കയറ്റിയത്. ഇവരെ ദോഷികളൊന്നുമല്ല, ഡോക്ടർ ഓടിച്ചവൻ. അങ്ങനെ എന്തെല്ലാം ഇവിടെയൊക്കെ നടക്കുന്നതൊക്കെ അറിയത്തില്ലേ? കഷായത്തിൽ കുലക്കി കൊടുക്കുക, ജ്യൂസി കൊടുക്കുക. കൊച്ചുങ്ങളെ എല്ലായിടും പോയി കഷായം കുടിക്കല്ലേ, കുടിക്കല്ലേ. നിങ്ങളുടെ അയലത്തെ ആ കാര്യമാണ് കഷായം. നിങ്ങളെ സൂക്ഷിച്ചോണേ, കിട്ടുന്ന കഷായം എല്ലാം വാങ്ങി കുടിക്കല്ലേ. ഞാൻ പറയും, വഴിയെ പോകുമ്പം തിരിച്ചൊന്നും പറയാൻ പോലും, നമ്മുടെ ഓവർടേക്ക് ചെയ്തിട്ട് നമ്മളെ തെറി പറയാം. ഉണ്ടാനോ സ്വതന്ത്രം. വാത്സല്യമില്ലാത്തവർ, കനിവറ്റവർ. ലന്തൂര് 3 വരെ കൊന്നിട്ട് കരളോ ഏതാണ്ടൊക്കെ എടുത്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് വറുത്ത് തിന്നുന്നു, കട്ട്ലേറ്റ് ഉണ്ടാക്കി കഴിക്കുന്നു. ഇങ്ങനെയൊക്കെ അല്ല, എങ്ങനെയൊക്കും നമ്മുടെ കുഞ്ഞുങ്ങളെ ഒന്ന് അടിച്ചാൽ നമുക്കെന്തോ ഇതാ. പക്ഷെ കുഞ്ഞുങ്ങളെ കൊത്തി നുറുക്കുക ഉണ്ടോ? വാത്സല്യമില്ലാത്തവർ, കനിവറ്റവർ. ഇനിയൊന്നും സംഭവിക്കാനില്ല, മുഴുവൻ സംഭവിച്ചു. നോഹയുടെ കാലം പോലെ ലോകത്തിൻ്റെ കാലം. ഞാനിത് ഒത്തിരി നാൾ ഇവിടെയൊക്കെ പ്രസംഗിച്ച, എല്ലാം റെഡിയായി. കാകളം തൊലിക്കാൻ സമയമായി. അവൻ്റെ സഭ ഇവിടുന്ന് മാറ്റപ്പെടും. വിശ്വാസമുള്ളവൻ കൈ ഉയർത്തി സ്വതന്ത്രം. നീ ഒരുങ്ങിയിട്ടുണ്ടോ? ഒരുങ്ങിയിട്ടുണ്ടോ? ഒരു കാര്യം പറഞ്ഞ് നിർത്താം, കാരണം കട്ട് ഷോട്ട് ചെയ്യാണ് ഞാൻ. ഈ വേദപുസ്തകം ചില കാര്യങ്ങൾ പറയുമ്പോൾ മനുഷ്യന് വിശ്വസിക്കാൻ കഴിയാത്ത കാര്യങ്ങളാണ്. പക്ഷേ ബൈബിൾ പറഞ്ഞാൽ അത് സംഭവിക്കും. സ്വതന്ത്രം കേട്ടില്ല. ദൈവം തമ്പുരാൻ ഒരു കാര്യം നിന്നോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സാഹചര്യം ഒന്നും അനുകൂലമല്ലെങ്കിലും പറഞ്ഞത് സർവശക്തനായ ദൈവമാകിയാൽ അത് സംഭവിച്ചിരിക്കും. ശക്തിയോടെ കരം പടി സ്വതന്ത്രം പറഞ്ഞേ. വേദപുസ്തകം പറഞ്ഞ പല കാര്യങ്ങളും മനുഷ്യന് വിശ്വസിക്കാൻ കഴിയാത്തതായിരുന്നു, മനുഷ്യന് അംഗീകരിക്കാൻ കഴിയാത്തതായിരുന്നു. അത് മുഴുവൻ സംഭവിച്ചു. അതുപോലെ അംഗീകരിക്കാൻ കഴിയാത്തൊരു കാര്യമാണ് കാഹളം ധ്വനിക്കും, മരിച്ച വിശുദ്ധർ ഉയർക്കും, ജീവനോട് ശേഷിക്കുന്നവർ യുവാന്തരം പ്രാപിക്കും. മനുഷ്യന് വിശ്വസിക്കാൻ കഴിയുന്നില്ല, പക്ഷേ ഇത് സംഭവിക്കും. അതിനൊരു ഉദാഹരണം പറഞ്ഞ് ഞാൻ എൻ്റെ മെസ്സേജ് ക്രോസ് ചെയ്യും, നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. വിശുദ്ധ ബൈബിളിൽ വെളിപ്പാട് പുസ്തകം 11-ാം അധ്യായത്തിൽ 2 സാക്ഷികൾ ഇവിടെ വരും. ആൻറ്റിക്രൈസ്റ്റിൻ്റെ ഭരണകാലത്ത്, അതായത് ദൈവസഭ എടുത്തുകൊള്ളപ്പെട്ട ശേഷം 2 സാക്ഷികൾ. ഒന്ന് വായിച്ചു പെട്ടെന്ന്. 11-ാം അധ്യായം. അന്ന് ഞാൻ എൻ്റെ 2 സാക്ഷികൾക്കും വരം നൽകും. അവർ എല്ലാം വായിക്കണ്ട, സമയം പോകുന്നു. നിങ്ങൾ എഴുതേക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് എനിക്ക് പിടിക്കണം, അതൊരു പ്രത്യേകതയാണ്. അത് മോശയും ഏലിയാവും എന്ന് പറഞ്ഞു, ഹാനാക്കും ഏലിയാവും, ആരായാലും പ്രശ്നമില്ല. അവർ 2 പേരും ഇവിടെ വരും. എന്നിട്ട് 7-ാം വാക്യം പെട്ടെന്ന് വായിച്ചു പാസ്റ്റർ. 7 മുതൽ വാക്യം പെട്ടെന്ന് വായിച്ചു. 7 അവർ തങ്ങളുടെ സാക്ഷ്യം തിരിച്ച ശേഷം, അവർ തങ്ങളുടെ സാക്ഷ്യം, അതായത് ആന്റി ക്രൈസ്റ്റിന്റെ വാഴ്ച. ഈ 2 വിശുദ്ധന്മാരെവിടെ ഉള്ളൂ, 2 പ്രവാചകരേ ഉള്ളൂ. പക്ഷേ ആന്റി ക്രൈസ്റ്റിനെ അവരെ തൊടാൻ കഴിഞ്ഞില്ല. എപ്പോഴാണ് തൊടാൻ കഴിഞ്ഞേ? ആശ പറ. സാക്ഷ്യം. ദൈവദാസന്മാരെ, നിന്റെ സാക്ഷ്യം തികയ്ക്കാൻ നിന്നെ തൊടാൻ ഒരു അന്ധകാരത്തിനും കഴിയില്ല. ഒന്ന് കൈയടിച്ച് ശക്തിയോടെ സ്വതന്ത്രം പറ. നിന്റെ സാക്ഷ്യം തികയ്ക്കാൻ കേട്ടോ, നിന്നെ കൊണ്ടുപോകില്ല. ഇനിയും കേട്ടോ, ശ്രദ്ധിച്ച് കേട്ടോ, ഇതെല്ലാവരും കേട്ടോ. പെട്ടെന്ന് വായിച്ചു പാസ്റ്റർ. സാക്ഷ്യം മൃഗം അവരോട് പടവെട്ടി അവരെ ജയിച്ചു കൊന്നുകളയും. അവരുടെ കർത്താവ് ക്രൂശിക്കപ്പെട്ടതും ആത്മീയമായി സോദോമെന്നും മിസ്രയീമെന്നും പേരുള്ള മഹാനഗരത്തിന്റെ വീതിയിൽ അവിടെ ശവം കിടക്കും. അത് യെരൂശലേമാണ് ക്രൂശിക്കപ്പെട്ടത്. അവിടെ കിടക്കും, അവിടെ ശവം കിടക്കും. ഇനിയും പറഞ്ഞത് സകല വംശക്കാരും ഗോത്രക്കാരും സകല ഗോത്രക്കാരും ഭാഷക്കാരും സകല ഭാഷക്കാരും ജാതിക്കാരും സകല ജാതിക്കാരും അവിടെ ശവം 3.5 ദിവസം കാണും. അവരുടെ ശവം എത്ര ദിവസം കാണും? 3.5 ദിവസം. ആരുടെ ശവം? ഓർത്ത് പറ. 2 സാക്ഷികൾ. 2 സാക്ഷികളുടെ. എവിടെ കിടക്കുന്നവരുടെ? യെരൂശലേമിൽ കിടക്കുന്ന 2 സാക്ഷികളുടെ ഡെഡ് ബോഡി 3.5 ദിവസം ലോകം മുഴുവൻ കാണും. അവിടെ എഴുതിയിരിക്കും, തെറ്റിയിട്ടില്ല. സകല ഭാഷക്കാരും
സകല വംശക്കാരും സകല ജാതിക്കാരും ലോകം മുഴുവൻ കാണും. കാണുമോ? കാണും. കാണും. ഇപ്പം കാണുമെന്ന് പറയാൻ എന്താ മിടുക്ക? ശ്രീവേ ദിവസം അടുത്തൂടെ പറഞ്ഞ് ഞാൻ പറയാം. 3.5 ദിവസം കഴിഞ്ഞിട്ട് ഹോവിടെ ശ്വാസയുടെ മേൽ വന്നിട്ട് ഇവിടെ കയറി വരുവാ എന്ന് പറയുമ്പോൾ അവർ കയറി പോകും. അപ്പോൾ ഭൂമികുലുക്കം ഉണ്ടാവും. ലോകം മുഴുവൻ ഇത് കണ്ടുകൊണ്ടിരിക്കും. ഇത് ബൈബിളിൽ എഴുതിയ കാലഘട്ടത്തിൽ നോ ഇൻ്റർനെറ്റ്, നോ TV, നോ ലൈവ് ടെലികാസ്റ്റ്, നോ വാട്സാപ്പ്, മൊബൈലില്ല, വാട്സാപ്പില്ല, ഫേസ്ബുക്ക് ഇല്ല, TV ഇല്ല, റേഡിയോ ഇല്ല. പക്ഷേ ഞങ്ങളുടെ ഭക്തന്മാർ, ഞങ്ങളുടെ പിതാക്കന്മാർ പറഞ്ഞു, യെരൂശലേമിൽ കിടക്കുന്ന വിശുദ്ധന്മാരുടെ ഡെഡ് ബോഡി സകല ലോകവും കാണും, സകല ഭാഷക്കാരും കാണും, സകല ഗോത്രക്കാരും കാണും. അവരെ ഭ്രാന്തരെന്ന് വിളിച്ചു. ഏത് കോന്തനാണ് ഇതെഴുതിയെന്ന് ചോദിച്ചു. അവരെ വട്ടന്മാരെന്ന് വിളിച്ചു. എന്നാൽ അവർ പറഞ്ഞു, ഞങ്ങളുടെ കർത്താവ് പറഞ്ഞിരിക്കുന്നു കാണുമെന്ന്. അവൻ പറഞ്ഞെങ്കിൽ കണ്ടിരിക്കൂ. ശക്തിയോടെ കരമടിച്ച് അന്യഭാഷ ദൈവത്തെ സ്തുതിച്ച് കണ്ടിരിക്കും. ഇപ്പം പറയാൻ TV ഉണ്ട്, ലൈവ് ഉണ്ട്. അന്ന് TV ഇല്ല, ടെലികാസ്റ്റില്ല. പക്ഷെ അവർ പറഞ്ഞു കാണും, കാണും. പ്രസംഗിച്ചു. അവരുടെ ഭ്രാന്തന്മാരെന്ന് പറഞ്ഞു. അങ്ങനെ കാലങ്ങൾ കഴിഞ്ഞപ്പോൾ എന്തോ വന്നു, TV വന്നു. അപ്പോഴും ലൈവ് വന്നില്ല, എന്നെ നോക്കിയിരിക്കണം. TV വന്നു. അപ്പം മനസ്സിലായി കാണാൻ സാധ്യതയുണ്ട്. ആ സമയത്ത് നമ്മുടെ ആളുകളൊക്കെ TV വാങ്ങി. എന്തിനാ TV വാങ്ങിയെന്നറിയാമോ? യെരൂശലേമിൽ കിടക്കുന്ന വിശുദ്ധന്മാരെ കാണും. നിങ്ങളാരും അനങ്ങുന്നില്ലല്ലേ? എന്തിനാ TV വാങ്ങിയ? അപ്പോൾ പോകത്തില്ലെന്നല്ലേ എൻ്റെ അർത്ഥം വെച്ചാൽ? ഓണം വരാനും മൂലം വേണ്ടേ? നമ്മുടെ സ്ഥലത്തിൻ്റെ പേരെന്താ പറഞ്ഞേ? ഓക്കെ. അവർ TV വാങ്ങി വിശുദ്ധന്മാരെ കാണുന്ന. കൊന്നമ്മൂടുകാരെന്തിനാ വാങ്ങി? അല്ല, നമ്മളെന്തിനാ വാങ്ങി? ഇരുമ്പ് കണ്ടില്ലേ? നമ്മൾ വാങ്ങിയത് ഭീമോനച്ചനും കേബ്രാമും ബാബുച്ചെറിയാനും സുരേഷ് ബാബു ഒക്കെ പ്രസംഗിക്കും, അത് കേൾക്കാനാണ് വാങ്ങിയത്. ഇപ്പം എന്താ കാണുന്നത്? നേരം സന്ധ്യയാകുമ്പം TV തുറന്നിട്ട് കൈലേസും ടിഷ്യൂ എടുത്ത് കരയുക. കണ്ണുനീർ പരമ്പര കണ്ട് കണ്ണുനീരൊപ്പുക. എങ്ങനെ ഒളിച്ചോടാമെന്ന് പിള്ളേരെ പഠിപ്പിക്കുക. ഉണ്ടോ? സ്വതന്ത്രം പോയി പോക്കുണ്ട്. സന്ധ്യാപ്രാർത്ഥനയുണ്ടോ? ഞാനെല്ലാ കല്യാണത്തിനും ചോദിക്കുക, കൈപോക്കാൻ ആളില്ല. പ്രഭാത പ്രാർത്ഥനയുണ്ടോ? ഇല്ല. 5 മണിയാകുമ്പം തണുത്ത വെള്ളം എടുത്ത് പിള്ളേരുടെ തലയിലോട്ടൊഴിച്ച് കൊണ്ടുവന്നിരുത്തി ഒരു പ്രഭാത പ്രാർത്ഥനയുണ്ട്. കൊടുങ്കാറ്റുണ്ടി വനദേശത്ത് പ്രിയനേ എന്നെ വിടല്ലേ, കൊടുങ്കാറ്റുണ്ടി. നഗ്നനായി ഞാൻ ലോകത്തിൽ വന്നു, നഗ്നനായി തന്നെ പോകുമേ. നഗ്നനായി ഞാൻ ലോകത്തിൽ വന്നു, ലോകത്തിൽ അറിയാവുന്നൂടെ നോക്കാം. നിങ്ങൾക്ക് പലർക്കും അറിയാം. അപ്പം രാവിലെ എഴുന്നേറ്റ് മക്കളോട് പറയും, മക്കളെ നഗ്നനായി വന്ന് നഗ്നനായി പോവും, ഒന്നും കൂടെ വരില്ല പ്രശംസിപ്പാനൊന്നും. ഇത് VSBV നമ്മൾ പഠിച്ചതല്ല, സിയോം കിതാബിൽ നിന്ന് പഠിച്ചതല്ല. അപ്പൻ അമ്മയിരുന്ന് പാടി പഠിച്ചു. ഇന്ന് എത്ര വീടുകളിലുണ്ട് കുടുംബ പ്രാർത്ഥന? എത്ര പിള്ളേർ കുടുംബ പ്രാർത്ഥനയ്ക്ക് സംബന്ധിക്കും? 5 മണിക്കാരാ എഴുന്നേക്കുന്നു. അവൻ ഉറങ്ങാൻ പോകുന്നത് മൊബൈൽ ആരുടെയിലാണ് ഉള്ളത്. അവൻ ഉറങ്ങാൻ പോകുന്നത് 2 മണിക്കാണ്. ഇല്ല പാസ്റ്റർ, നമുക്ക് തോന്നുമ്പം 10:30 കയറി കിടക്കും, പക്ഷേ പുതപ്പിനടി കിടക്കുക. പക്ഷേ അവൻ്റെ പ്രയോഗം മുഴുവനകത്താ കുത്തലെ തൂപ്പലെ തുടയ്ക്കല്, കുത്തലെ തൂപ്പലെ തുടയ്ക്കല്. 2 മണി വരെ ഇതേല പ്രയോഗം. പിന്നെ അവൻ 5 മണിക്ക് എഴുന്നേക്കുന്നു. പ്രാർത്ഥനയുണ്ടോ? സന്ധ്യാപ്രാർത്ഥനയുണ്ടോ?
തുടങ്ങിക്കോണം. ഈ തലമുറ മുടിയാൻ കാരണം ദൈവത്തെ വിട്ടു പോയതാ. ഇനി എത്ര നാൾ ഈ വിശേഷമൊക്കെ ഉണ്ടെന്ന് ഞങ്ങൾക്കറിയത്തില്ല. അപ്പം ഞാൻ പറഞ്ഞു വന്നത് ടി വി നല്ല കാര്യത്തിന് ആരംഭിച്ച പല അവസാനവും. അന്ന് ലൈവില്ല. ലൈവുണ്ട് OB1 അതൊക്കെ വരണം. ഇപ്പം എന്തായി കഴിഞ്ഞു? ലൈവ്. ഇപ്പം നമുക്ക് മനസ്സിലായി കാണാം ഇല്ലേ? ഇപ്പം എന്താണ്ട് ഇവിടെ കൊച്ചുങ്ങൾ ലൈവ് ചെയ്തുകൊണ്ടിരിക്കുക. ഈ ലൈവ് വന്നുകൊണ്ടൊരു ഗുണമുണ്ട്. വർഷങ്ങൾ കഴിഞ്ഞും ഞങ്ങളുടെയൊക്കെ എന്തുമാത്രം കട്ടിങ്ങാണ് വരുന്നത്. 10 വർഷം മുമ്പ് പ്രസംഗിച്ചതും കട്ടിങ്ങാണ്. ഇപ്പോൾ മൊത്തം 10,000-കണക്കിനാണ്. നമ്മൾ ഇവിടുന്ന് ഇറങ്ങിക്കഴിയുമ്പോൾ ഇവിടെ വന്നതിൻ്റെ ഇരട്ടി ആൾ കാണും. കുറച്ചുകൂടി കഴിഞ്ഞും കാണാം. പിന്നെ ലൈവ് വന്നിട്ട് മറ്റൊരു ഗുണവും കൂടെ ഉണ്ട്. അച്ചായനിങ്ങനെ ഉറങ്ങി താഴോട്ട് പോകുന്നത് അമേരിക്കയിൽ നിന്ന് കുഞ്ഞ് കാണും. മാമ ഇങ്ങനെ വായിക്കോട്ടാന്ന് വിടുന്നത് ഇംഗ്ലണ്ടിൽ ഇരുന്ന് മോള് കാണും. സൂക്ഷിച്ചോണം ഈ ലൈവ്. എടാ, ഇതിനിടയിൽ ഇരുന്ന് ഉറങ്ങുന്ന കക്ഷികളുണ്ടല്ലോ. ആകളം തൊരിക്കുന്ന കാര്യം പറയുമ്പോൾ ഉറങ്ങുക. നീ പറക്കാൻ പോവല്ല, കറങ്ങാൻ പോവാ. സ്തോത്രം. അപ്പം ഞാൻ പറഞ്ഞു വന്ന മനസ്സിലായോ? എന്താ ബൈബിൾ പറഞ്ഞത്? സകല ഭാഷക്കാരും സകല വംശക്കാരും കാണും. ഇപ്പോൾ ഇത്രയും സംവിധാനം കൊണ്ട് വണ്ടിയൊക്കെ വരണം വേണ്ട, ഇതൊന്നും വേണ്ട. ഇപ്പം ഇതില്ലേലും കാണാം. നിങ്ങളുടെ ഇരിക്കുന്ന മൊബൈൽ 2 തീപ്പെട്ടി കൂടെ ഒന്നിച്ച് ചേർത്താനുള്ള വലിപ്പമേ ഉള്ളൂ. അതങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്ത് FB ലൈവ് അങ്ങോട്ട് ഇട്ടാൽ മതി. ലോകം മുഴുവൻ ഇവിടെ നടക്കുന്ന കാണാം. വല്ലതും മനസ്സിലാകുന്നുണ്ടോ? ഇംഗ്ലണ്ടിലും ഇറ്റലിയിലും ഫ്രാൻസിലും ജർമ്മനിയിലും ഒക്കെ ഇവിടെ നടക്കുന്ന കാണാം. അവിടെ നടക്കുന്ന ഇവിടെ കാണാം. എന്തിനാ? TV വേണ്ട, റേഡിയോ വേണ്ട. നിൻ്റെ പോക്കറ്റിൽ പടപടപടന്ന് സെക്കൻഡുകൾക്കുള്ളിൽ ലോകം മുഴുവൻ നടക്കുന്ന കാര്യങ്ങൾ വന്നുകൊണ്ടിരിക്കുക. വിശുദ്ധ ബൈബിൾ പറഞ്ഞു. എന്തോ പറഞ്ഞു? 2 യെരൂശലേമിൽ രക്തസാക്ഷികളായി കിടക്കുന്ന 2 ഭക്തന്മാരുടെ, വിശുദ്ധന്മാരുടെ, പ്രവാചകന്മാരുടെ ഡെഡ് ബോഡി ലോകം മുഴുവൻ കാണുമെന്ന് ബൈബിൾ പറഞ്ഞപ്പോൾ ഏതു കോന്തൻ എഴുതിയെന്ന് ബൈബിൾ ചോദിച്ചെങ്കിൽ, നിന്റെ കൺമുമ്പിൽ ഇവൻ നിവർത്തിക്കപ്പെട്ടെങ്കിൽ അതിൻ്റെ അർത്ഥം യേശു മടങ്ങി വരാറായി. നീ വിശ്വസിച്ചാലും ശരി ഇല്ലെങ്കിലും ശരി, ഇതുവരെയുള്ള കാര്യങ്ങൾ നടന്നെങ്കിൽ കാഹളം ധ്വനിക്കും, മരിച്ച വിശുദ്ധർ ഉയർക്കും, ജീവനോട് ശേഷിക്ക് രൂപാന്തരം പ്രാപിക്കും. കരമടിച്ച് ശക്തിയോട് ദൈവത്തെ സ്തുതിച്ചാൽ. യേശു വരാറായി, യേശു വരാറായി. നമ്മുടെ കർത്താവ് ഏത് ദിവസം വരുമെന്നറിയാകിയാൽ നിങ്ങൾ ഉണർന്നിരിപ്പീൻ. നിരയാത്ത നാഴികൾ മനുഷ്യപുത്രം വരുന്നുണ്ട്, നിങ്ങൾ ഒരുങ്ങിയിരിപ്പീൻ. നിങ്ങൾ യുദ്ധങ്ങളെയും യുദ്ധസ്ഥലങ്ങളെക്കുറിച്ചും ചഞ്ചലപ്പെടാതിരിപ്പീൻ. ഭ്രമിച്ചു പോകരുത്, ഞെട്ടിപ്പോകരുത്, നിങ്ങളെ തന്നെ സൂക്ഷിച്ചുകൊള്ളുവീൻ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കർത്താവ് കള്ളനെ പോലെ വരും. നിനയാത്ത നാഴിൽ വരും, ഏത് സമയത്തും വരും, വേഗം വരും. ഉണർന്നിരിപ്പീൻ, ഒരുങ്ങിയിരിപ്പീൻ. കർത്താവിൻ്റെ വരവിൽ ആരാണ് പോകുന്നത്? 3 കാര്യം ബൈബിൾ ഓപ്ഷൻ പെടുന്നുണ്ട്. നാം അവരോട് മരിച്ചു എങ്കിൽ നമ്മുടെ വാഴും. അതാണ് മാനസാന്തരം. നമ്മുടെ മരണത്തിൻ്റെ സാക്ഷിയോട് ഏകീഭവിച്ചവരായെങ്കിൽ അവൻ്റെ പുഴുത്തുവാൻ സംശയിക്കും. അതാണ് സ്നാനം. മനുഷ്യരുടെ ഇടയിൽ നാം അവനെ ഏറ്റുപറയുന്നു എങ്കിൽ ഭൂതന്മാരുടെ മധ്യ അവൻ ഏറ്റുപറയും. 3 എങ്കിലുണ്ട്. നാം അവിടെ മരിച്ചു എങ്കിൽ അവിടെ വാഴും. അവനോട് മരിക്കാത്തവനോട് വാഴാൻ കഴിയില്ല. അവൻ്റെ മരണത്തിൻ്റെ സാക്ഷിയോട് ഏകീഭവിച്ചെങ്കിൽ പുണ്യത്വാൻ ഏകീഭവിക്കും. ജാതികളിൽ അവനെ ഏറ്റുപറഞ്ഞെങ്കിൽ മനുഷ്യപുത്രന്മാരുടെ ഏറ്റുപറയും. 3 എങ്കിലുണ്ട്. നിനക്ക് അവനോട് മരിക്കാൻ മനസ്സിലെയോ അവിടെ വാഴാൻ കഴിയില്ല. അവൻ്റെ മരണത്തോട് സാധിച്ചിരിക്കുന്ന സ്നാനം. 1, നിങ്ങൾ രക്ഷിക്കപ്പെടണം. 2, രക്ഷിക്കപ്പെട്ട നിങ്ങൾ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ നാമത്തിൽ നിമജ്ജന സ്നാനം സ്വീകരിക്കണം. 3, വേർപാണ്ട് വിശുദ്ധിയിൽ ദൈവത്തെ ആരാധിക്കണം. അങ്ങനത്തെ ഭക്തന്മാരെ ചേർക്കാൻ യേശു മടങ്ങി വരാനായി. കൈ ഉയർത്തിയ ശക്തിയോടെ സ്തോത്രം പറ. ഒരു കാര്യം പറഞ്ഞ് നിർത്തട്ടെ. ഹാനോക്ക് ദൈവത്തോടു കൂടെ നടന്നു, ദൈവം അവനെ എടുത്തുകൊണ്ടതിനാൽ കാണാതെയായി. റാപ്ചർ എന്നൊരു കാര്യമുണ്ട് കേട്ടോ. റാപ്ചർ മുമ്പേ കഴിച്ചു. നാം എടുക്കപ്പെടും. ഒന്ന് പറഞ്ഞേ, എടുക്കപ്പെടും. കണ്ണിമേക്കൻ രൂപാന്തരം പ്രാപിക്കും. എന്താണെന്ന് പറയാം. ഞാൻ പ്രസംഗിച്ചുകൊണ്ട് നിൽക്കുന്നു. ഇപ്പോൾ കാഹളം ധ്വനിച്ചാൽ എൻ്റെ കയ്യിലെ മൈക്ക് താഴോട്ട് പോകും, ഞാൻ മേളോട്ട് പോകും. നിമിഷ നേരം കൊണ്ട് കണ്ണിമേക്കുന്നിടയിൽ. നിങ്ങൾ റെഡി ആയിട്ടുണ്ടോ? എടുക്കപ്പെടും. കാഹളം എപ്പം വേണേലും ധരിക്കാം. നിങ്ങൾ എടുക്കപ്പെടും. അതോ കൈവിടപ്പെടുമോ? ഞാൻ കൺക്ലൂഡ് ചെയ്യണമല്ലോ. ഇപ്പോൾ ഇവിടെ നല്ല ഗായക സഭയിൽ ഒരു പാടാൻ വന്നിരിക്കും. ഞാനൊരു ഉദാഹരണം പറയുന്നുള്ളൂ. എന്നെ നോക്കിയേ. ഞാനിപ്പം ഈ പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കും മുമ്പ് കാഹളം ധ്വനിച്ചെന്നിരിക്കട്ടെ. കാഹളം ധ്വനിച്ചു. ഇവിടെ നിന്നൊരു 40, 50, 60% പോയെന്നിരിക്കട്ടെ. ബാക്കി 40% അവിടെ കാണും. ബാക്കി 40% ഇവിടെ ഇരിക്കും. ആ കൂട്ടത്തിൽ ഞാനും ഈ മയക്കും കൊണ്ട് ഇവിടെ നിന്നാലുള്ള അവസ്ഥ നീ ചേച്ചാ. ഞാൻ ഇതുവരെ എന്താ പ്രസംഗിച്ച്? ആക്കിയെല്ലാം കൂടെ എന്നെ ഞോണ്ടിക്കൊല്ലും. ഞങ്ങളുടെ ആരുടെ പറഞ്ഞ പോലെ മൈക്കുകാരും എല്ലാം ശ്രദ്ധിച്ചോണം. പാട്ടുകാരെല്ലാം പോകാൻ റെഡി ആയിക്കോളും.
ഇവരെ ഞാനൊരു ഉദാഹരണം പറഞ്ഞേ ഉള്ളൂ. ഇത് കുറച്ച് വരെ ഉള്ളൂ, അധികം ആളൊന്നുമില്ല, 1-2 സാധനമേ ഉള്ളൂ. ഒരു 15 അംഗ ഗായക സംഘം ഉണ്ടെന്നിരിക്കട്ടെ. ഇവർ പാടാൻ വന്നു, എല്ലാ ഇൻസ്ട്രുമെൻസും എല്ലാം കൊണ്ട് അടിച്ചു ഇങ്ങനെ പാടുക. എന്താ പാടാൻ പോകുന്നിരിക്കില്ല, കർത്തോ ഊതാൻ ഗംഭീരോ നോദത്തു ഈ പാടിക്കൊണ്ടിരുന്നപ്പം കാകളം നിന്നു. കൊട്ടിക്കൊണ്ട് നിന്നവൻ അങ്ങ് പോയി. പാടിക്കൊണ്ട് നിന്നവൻ അന്നേരവും പാടിക്കൊണ്ട് നിന്നാലോ? അല്ലെന്ന് ചിന്തിച്ചേ. തിരിച്ച് പാടിക്കൊണ്ട് നിന്നവനങ്ങ് പോയി, കൊട്ടിക്കൊണ്ട് നിന്നവൻ അന്നേരം കൊട്ടിക്കൊണ്ട് നിന്നാലോ? എല്ലാം കുഴപ്പമാണ്. ഇനി നമ്മുടെ അല്ല, ഞാൻ പറഞ്ഞ് തെറ്റിദ്ധരിക്കരുത്, നമ്മുടെ എല്ലാം എന്നാണ് ഞാൻ പറഞ്ഞത്. ഞാൻ പെന്തക്കോസ്തിൻ്റെ പൊതുവാളാണ്. എൻ്റെ ബ്ലഡിലൂടെ IPC രക്തമൊന്നുമല്ല, എൻ്റെ ബ്ലഡിൽ വരുന്ന യേശു ശുദ്ധീകരിച്ച രക്തമാണ്. അതുകൊണ്ടാണ് പറഞ്ഞത്. ഞാൻ പൊതു സ്വത്താന്ന് നിങ്ങൾക്കറിയാമല്ലോ. അതുകൊണ്ട് ഞാൻ പറയട്ടെ, നമ്മുടെ എല്ലാം ജനറൽ കൺവെൻഷൻ നടക്കുമ്പോൾ ഇരിക്കുമ്പോഴാന്നിരിക്കട്ടെ, നമ്മുടെ അല്ല. പല കൺവെൻഷനുണ്ട്, നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് കാഹളം ധ്വനിക്കുന്നിരിക്കട്ടെ. അപ്പോഴും സ്റ്റേജിൽ കുറച്ച് പേര് ഇങ്ങനെ വീശിക്കൊണ്ട് അവിടെ ഇരുന്നാലോ? ഇരിക്കും, വീശിക്കൊണ്ട് ഇരിക്കും. ഭക്തന്മാരങ്ങ് പോവും, കുറച്ച് പേര് വീശിക്കൊണ്ട് ഇവിടെ ഇരിക്കും. 2 പേർ ഒരുമിച്ച് കിടക്കയിലായിരിക്കും, ഒരാൾ അടുക്കപ്പെടും, മറ്റേ ആൾ കൈവിടപ്പെടും. 2 പേർ യാത്രയിലായിരിക്കും, ഒരാൾ അടുക്കപ്പെടും. സ്കൂട്ടർ ഓടിക്കുന്ന അച്ചാൻ രക്ഷിക്കപ്പെട്ട ആളാണ്. കാകളം ധരിക്കുമ്പോൾ അച്ചാനം കൊണ്ട് പോകും. രക്ഷിക്കപ്പെടാത്ത സ്ത്രീ കറങ്ങി ഒരു പോക്കുണ്ട്. ചിന്തിച്ച് അല്ലേ, ചിന്തിച്ചിട്ടുണ്ടോ? തിരിച്ചു രക്ഷിക്കപ്പെട്ട സഹോദരി പുറയിരിക്കുക, ഇയാൾ സ്കൂട്ടർ ഓടിച്ചുകൊണ്ടിരിക്കുക. വലിയ കാര്യമൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നിട്ട് ആളെ കാണുന്നുണ്ട്. മൂളൽ കേൾക്കാതെ വരും, തിരിഞ്ഞു നോക്കുമ്പോൾ ആളില്ല. അമേരിക്ക വണ്ടിയിലൊക്കെ എഴുതിയിട്ടുണ്ട്, ഈ കാർ ഓടിക്കുന്ന ആളെ ഏത് നിമിഷം അപ്രത്യക്ഷനാകാം. സൂക്ഷിച്ച് വേണം എൻ്റെ പുറകിന് വരാൻ. പ്ലെയിൻ ഓടിക്കുന്നവരുണ്ട്, രക്ഷിക്കപ്പെട്ട പൈലറ്റുമാർ. കാകളം ധനിക്കുമ്പോൾ അവരങ്ങ് പോകും, അവർക്ക് നല്ല സൗകര്യം അവിടെ നിന്ന് അങ്ങോട്ടങ്ങ് പോകാൻ. പക്ഷേ അവരവിടുന്ന് പോയാലും നമ്മൾ ഇവിടുന്ന് പോയാലും ഒന്നിച്ച് അവിടെ എത്തത്തുള്ളൂ. അപ്പോൾ പൊട്ടിപ്പോയി. പണ്ട് പാനമേരിക്കൻ കമ്പനിക്കാർ പരിഷ്കാരം വരുത്തി, രക്ഷിക്കപ്പെട്ടവനാണ് പൈലറ്റെങ്കിൽ ഗുണപ്പെടാത്തവർ തന്നെ കോ പൈലറ്റ് ആക്കുമായിരുന്നു. അവർക്കറിയാം. റാപ്ചർ വായിച്ചു. റാപ്ചർ വരുമ്പോൾ നീ പോവും. അവർ പറഞ്ഞു നീ പോയാലും ഞങ്ങളുടെ പ്ലെയിൻ പോകരുത്, ഗുണപ്പെട്ടവൻ പോയാൽ ഗുണപ്പെടാത്തവൻ നിയന്ത്രണം എടുത്ത് താഴെ കൊണ്ടുപോകണം. ട്രെയിൻ ഓടിക്കുന്നവരുണ്ട്, പൈലറ്റ് അവിടുത്തെ ക്യാപ്റ്റന്മാർ. രക്ഷിക്കപ്പെട്ട കാകളം ധനിക്ക് അവരങ്ങ് പോവും. ട്രെയിൻ കൂട്ടിയിടിക്കും, പ്ലെയിൻ തകരും, റോഡിലൂടെ ആംബുലൻസുകൾ ചീറിപ്പായും. അതിൻ്റെ അർത്ഥം യേശു വന്നെന്നാ. നീ റെഡിയാണോ? നീ വിശ്വസിച്ചാലും ഇല്ല, യേശു വരും. കാഹളം ധനിക്കും. 2025 അവസാനത്തിലേക്ക് വരിക. കർത്താവ് ദീർഘമാക്കി. എല്ലാവർക്കും എഴുന്നേക്കാം, ആരും പോകരുത്, എല്ലാവർക്കും എഴുന്നേക്കാം, എല്ലാവർക്കും എഴുന്നേൽക്കാം. ഇങ്ങനെ ഇതൊക്കെയും കാണുമ്പോൾ അവൻ അടുക്കൽ വാതിക്കൽ തന്നെ ആയിരിക്കും. യേശു കർത്താവിൻ്റെ വരവിൽ നിങ്ങൾ കൈവിടപ്പെടരുത്. മരണം എപ്പോഴെന്നറിയില്ല കേട്ടോ. ഈ സോഷ്യൽ മീഡിയ ഒക്കെ തുറക്കാൻ ഇപ്പോൾ പേടിയാണ്. നിങ്ങൾ ദയവായി 2 മിനിറ്റൂടെ നിങ്ങളെക്കാൾ ദൂരെ പോകേണ്ടവനാണ്. വളരെ വളരെ വേഗത്തിൽ നിർത്താൻ പോവാൻ. പ്രാർത്ഥിക്കാം. എല്ലാ കണ്ണും അടച്ചാട്ട്. സോഷ്യൽ മീഡിയ ഒക്കെ കാണുമ്പോൾ പേടിയായി. 32കാരനും 36കാരനും കുവൈറ്റിൽ നിന്നും മസ്കറ്റിൽ നിന്നും ദോഹയിൽ നിന്നും ഇംഗ്ലണ്ടിൽ നിന്നും ഓസ്ട്രേലിയയിൽ നിന്നൊക്കെ ഡെഡ് ബോഡികൾ വന്നുകൊണ്ടിരിക്കുക. സഹോദര കുഞ്ഞെ, ഒരു ദിവസം പോലും ബലത്തോടായിരിക്കുന്ന കർത്താവിൻ്റെ കൃപയാണെന്ന് മറക്കരുത്. യേശു ക്രിസ്തുവിൻ്റെ രക്തത്താൽ നീ പാവമോചനം പ്രാപിക്കണം, പാവം കഴുകപ്പെടണം. ഈ രാത്രി മരിച്ചാൽ കർത്താവിനോടൊപ്പം ആയിരിക്കും ഉറപ്പ് പ്രാപിക്കണം. കാഹളം ധ്വനിച്ചാൽ എടുക്കപ്പെടുമെന്ന് ഉറപ്പ് പ്രാപിക്കണം. എല്ലാ കണ്ണുമടച്ചാട്ട്, മാർവോട് ചേർത്ത് കരം വെച്ചാട്ട്, യേശുവേ എന്ന് വിളിച്ചാട്ട്, യേശുവേ എന്നെ കഴുകണമേ എന്ന് പറഞ്ഞാട്ട്, എന്നെ വിശുദ്ധീകരിക്കണേ, എന്നെ നിർമ്മലീകരിക്കണേ. കാൽവറിയിൽ അവിടുത്തെ രക്തത്താൽ എന്നെ കഴുകണം. നിൻ്റെ വരവിൽ ഞാൻ കൈവിടപ്പെടരുത്, അവിടുത്തെ വരവിൽ ഞാൻ കൈവിടപ്പെടരുത്. എപ്പോഴാണ് എൻ്റെ മരണം എനിക്കറിയൂടാ, നിൻ്റെ വരപ്പെളെന്നറിയില്ല. എപ്പോഴായാലും നിന്നോടൊപ്പം ആയിരിക്കാൻ ഒരുക്കണമേ. യേശുവേ നിന്റെ രക്തത്താൽ എന്നെ കഴുകണമേ, എന്നെ ശുദ്ധീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നവർ കൈ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിക്കൂ. യേശുവേ അവിടുത്തെ രക്തത്താൽ എന്നെ കഴുകണമേ. കർത്താവേ ഞങ്ങളെ കഴുകണമേ, ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. ഞങ്ങൾ കൈവിടപ്പെട്ടു പോകും. നിന്റെ ജനത്തെ യേശുവിൻ്റെ നാമത്തിൽ ഞാൻ അനുഗ്രഹിക്കുന്നു. നിന്റെ കരവും ശക്തി ഇപ്പോൾ അവിടെ മേൽ വ്യാപരിക്കട്ടെ. നിന്റെ കരവരെ സ്പർശിക്കട്ടെ. കർത്താവേ ദൈവസമാധാനത്തെ അവിടെ നിറയ്ക്കണമേ. നിന്റെ കരം തൊടുന്നോർത്ത് സ്തോത്രം. യേശുവിൻ നാമത്തിൽ നിന്ന് കൈകൾ താഴ്ത്തിയിടാം. ഞാൻ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുകയാണ്. അതിനു മുമ്പൊരു ചോദ്യം. എല്ലാ കണ്ണുമടച്ചാട്ട്, എല്ലാ ചെണ്ണുമടച്ചാട്ട്. ഇവിടെ വന്നിരിക്കുന്ന ഏറിയ പങ്ക് രക്ഷിക്കപ്പെട്ടവരാണ്. എനിക്കറിയാം. രക്ഷിക്കപ്പെട്ടവൻ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവും നാമത്തിൽ നിമജ്ജന സ്നാനം സ്വീകരിക്കണം. യേശു 30-ാമത്തെ വയസ്സിൽ യോഹന്നാനാൽ യോർദാൻ നദിയിൽ സ്നാനപ്പെട്ടു. യേശു സ്നാനപ്പെട്ട നിന്നേക്കാൾ പാപിയായിട്ടല്ല, നീയും ഞാനും അനുഗമിപ്പാൻ നല്ലൊരു മാതൃക കാണിക്കുകയായിരുന്നു. ഞാൻ പറഞ്ഞു 2026 വേണ്ടി പ്ലാനും പദ്ധതിയും തയ്യാറാക്കി പലർക്കും ഇതിൻ്റെ അവസാനം കാണാൻ കഴിയാതെ പോവുകയാണ്. ദൈവം നമ്മുടെ ആയുസ് ദീർഘമാക്കി. ഞാനൊരു ചോദ്യം ചോദിക്കുന്നു. എൻ്റെ മരണത്തിന് മുമ്പ്, യേശുവിൻ്റെ വരവിന് മുമ്പ് എൻ്റെ ദൈവം ഒരു അവസരം നൽകിയാൽ ഞാൻ സ്നാനപ്പെടും. രക്ഷിക്കപ്പെട്ടിട്ടും സ്നാനപ്പെടാത്ത ആരെങ്കിലും ഇവിടെ ഉണ്ടെങ്കിൽ, മുന്നേ ചെറുപ്പക്കാരനോ പ്രായമുള്ളവരോ ആരെങ്കിലും ഇവിടെ ഉണ്ടെങ്കിൽ, ഈ രാത്രി നിനക്ക് ഞാൻ അവസരം തന്നില്ലെന്ന് വരരുത്. ഞാൻ എപ്പോഴും പറയും,
ഞാൻ ഈ ഭൂമിയിൽ പ്രസംഗിക്കുന്ന അവസാന പ്രസംഗം ഇതായിരിക്കാം, എൻ്റെ മുമ്പിൽ വന്നിരിക്കുന്നവർ കേൾക്കുന്ന അവസാന സന്ദേശം ഇതായിരിക്കും. ഇതാണ് മനുഷ്യജീവിതം. അതുകൊണ്ട് ഞാൻ അവസരം തരിക, നിനക്ക് വേണമെങ്കിൽ സ്വീകരിക്കാം. സ്നാനം സത്യമാണെന്ന് എനിക്കറിയാം. എൻ്റെ മരണത്തിന് മുമ്പ് കർത്താവ് ഒരു അവസരം നൽകിയാൽ ഞാൻ സ്നാനപ്പെടും. തടസ്സം മാറാൻ കർത്താവിൻ്റെ ദാസനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന്. രക്ഷിക്കപ്പെട്ടിട്ടും പിതൃപുത്ര പരിശുദ്ധാത്മാവാം ത്രിയേക ദൈവനാമത്തിൽ നിമജ്ജന സ്നാനം സ്വീകരിക്കാത്തെങ്കിലും ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് അങ്ങനെ ആഗ്രഹമുണ്ടെങ്കിൽ കൈകൾ ഉയർത്തിപ്പിടിക്കാം. നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കും. സ്നാനപ്പെടാൻ ആഗ്രഹിക്കുന്നവർ കൈകൾ ഉയർത്താം. കുഞ്ഞുങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ. മക്കളെ നിങ്ങളെ നന്നായി കൈ ഉയർത്തിപ്പിടിച്ചാട്ടെ. മക്കളെ ദൈവകരം നിങ്ങളെ കാണുന്നു. എത്ര ചെറുപ്പക്കാർ, കർത്താവ് അവരെ അനുഗ്രഹിക്കട്ടെ. അവരുടെ മുഴുവായുസും കർത്താവിനായി സമർപ്പിക്കുക. കർത്താവേ, സ്വർഗ്ഗപിതാവേ, അവിടുത്തെ കൽപ്പന അനുസരിപ്പാൻ മനസ്സുണ്ടായിട്ടും കഴിയാത്തവരോട് ഞാൻ പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ തടസ്സങ്ങൾ നീങ്ങിപ്പോകാൻ ഞാൻ കൽപ്പിക്കുന്നു. അങ്ങ് ജലത്തിൽ സാക്ഷിച്ച് വേർപാട് വിശുദ്ധിയിൽ അങ്ങ് ആരാധിപ്പാൻ കൃപ നൽകണം. നിന്റെ കരവരെ തൊടുന്നോർത്ത് സ്തോത്രം, യേശുവിൻ നാമത്തിൽ തന്നെ. മക്കളെ, നിങ്ങളുടെ അടുത്തുള്ള പാസ്റ്റർമാരെ കാണണം, അല്ലെങ്കിൽ ഈ നമ്പർ എഴുതി ദൈവദാസന് കൊടുത്തിട്ട് വേണം പോകാൻ. കരകൾ താഴ്ത്തിയിടാൻ ഞാനൊരു വാക്ക് രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. പ്രാർത്ഥിക്കുന്ന പാസ്റ്റർ ബി മോനശനല്ല, യേശുവിൻ്റെ കരം നിങ്ങളെ തൊടും. കർത്താവ് നിങ്ങളെ സൗഖ്യമാക്കും. നിങ്ങളെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതി നിവർത്തിക്കപ്പെടും. പിശാചിൻ്റെ പദ്ധതികൾ തകർക്കപ്പെടും. എനിക്ക് വേണ്ടി ദൈവദാസൻ പ്രാർത്ഥിക്കണം. എൻ്റെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. എൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പ്രാർത്ഥന ആവശ്യമുള്ള കരമുയർത്തിപ്പിടിക്കാം. നിങ്ങൾ കടഭാരമുള്ളവരാണോ? നിങ്ങൾക്കൊരു ജോലിക്ക് വേണ്ടിയാണോ ആഗ്രഹിക്കുന്നത്? നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ഭാവിക്ക് വേണ്ടിയാണോ? അവരുടെ വിവാഹം നടക്കാനാണോ? തലമുറയില്ലാത്തതുകൊണ്ടാണോ? ഏത് വിഷയമാകട്ടെ, യേശു അത്ഭുതവാനാണ്. ഈ രാത്രി അവൻ്റെ കരം നീട്ടി നിങ്ങളെ സൗഖ്യമാക്കും. ഞങ്ങളുടെ കർത്താവേ, സ്വർഗ്ഗപിതാവേ, വിവിധ വിഷയങ്ങൾക്കായി പ്രാർത്ഥന ആവശ്യപ്പെട്ട് ഉയർത്തപ്പെട്ട കരങ്ങൾക്കായി അങ്ങ് സ്തുതിക്കുന്നു. നിൻ്റെ കുഞ്ഞുങ്ങളുടെ ഭാരം ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ. നിൻ്റെ കുഞ്ഞുങ്ങളുടെ വിഷയം ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ. അങ്ങേക്കറിയാമല്ലോ. നിങ്ങൾ ഭൂമിയിൽ ബന്ധിക്കപ്പെട്ടിരിക്കും. നിങ്ങൾ അഴിക്കപ്പെടുന്നതിന് പ്രകാരം നിന്റെ അഭിഷേകത്തിന് അടിയൻ സ്വർഗ്ഗത്തിലും ഭൂമിയിലും അധികാരം പ്രാപിച്ച നാസറേയനായ യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഇപ്പോൾ ജനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ ഈ ഗ്രൗണ്ടിൽ വിടുതൽ വ്യാപരിക്കട്ടെ, സൗഖ്യം വ്യാപരിക്കട്ടെ. രോഗാത്മാവെ വിട്ടുമാറുക, ദുഷ്ടാത്മാവെ വിട്ടുമാറുക, അന്ധകാര വ്യാപാരമേ വിട്ടുമാറുക. ഇപ്പോൾ വിടുതൽ വ്യാപരിക്കട്ടെ. നിന്റെ കരവരെ തൊട്ടതിനായി സ്തോത്രം, യേശുവിൻ നാമത്തിൽ തന്നെ. കൈകളൊന്ന് അടിച്ച ശക്തിയോടെ ദൈവത്തെ സ്തുതിച്ചാട്. ശാന്തമായ നിമിഷത്തിൽ വനസവിച്ച നിങ്ങൾക്ക് എൻ്റെ നന്ദി, വന്ദനം.